കഥ തുടരുന്നു. എവിടെയോ ഉണ്ടെന്ന് കരുതുന്ന അന്യഗ്രഹ ജീവികൾ കേൾക്കാൻ ഭൂമിയിൽ നിന്നയക്കുന്ന ശബ്ദവീചികൾ പോലെയാണ് പ്രണയം. ആത്മാവിൻ്റെ മറുപാതിയെ തേടി മനസ്സ് അയക്കുന്ന സന്ദേശം പലപ്പോഴും ആരാലും കേൾക്കപ്പെടാതെ അത് ശൂന്യതയിൽ അലിയുന്നു. ചിലപ്പോഴാകട്ടെ ഇതാ അവർ എന്ന് കരുതി നാം ചേർത്ത് പിടിക്കുന്നു. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകും. മരണക്കിടക്കയിൽ പോലും ആ അന്വേഷണം തീരില്ല. പ്രണയം രണ്ടു ശരീരങ്ങളുടെ ചേർച്ചയല്ല, രണ്ടു മനസ്സുകളുടെ ലയനമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ചറിയാനാവാത്തവണ്ണമുള്ള ഒന്നായി ചേരൽ. പരിഭവങ്ങളും പരാതികളും അതിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ആ യാത്രയിൽ ഒരാൾ മറ്റൊരാളെ കാണാതെ നോവും, ശബ്ദം കേൾക്കാതെ ഉലയും. പതിരുകൾ പൊഴിച്ച് പരുവപ്പെടുന്നതോടെ ഒരേ തരംഗ ദൈർഘ്യത്തിലേക്ക് മനസ്സുകൾ ഉയരും. അപ്പോൾ വലിച്ചുകെട്ടിയ സ്വരതന്ത്രികളിൽ നിന്നെന്നവണ്ണം നാദമുയരും. നാവില്ലാതെ മിണ്ടാനും കാതില്ലാതെ കേൾക്കാനും കണ്ണില്ലാതെ കാണാനും കഴിയും. സിത്താരയുടെ നോവലിൻ്റെ ഒരധ്യായം കൂടി ഞാൻ വായിച്ചു മടക്കി. പണിക്കർ സാർ പ്രവചിച്ചതിനേക്കാൾ മികവാർന്നതായിരുന്നു ആ രചന. ചില വിടവുകൾ, വിരാമങ്ങൾ ഒക്കെ പൂരിപ്പിച്ചെടുക്കേണ്ട ചുമതലയേ എനിക്കുള്ളായിരുന്നുള്ളൂ. എന്നിട്ടും അതൊരു വാരിച്ച ജോലിയായി ഞാൻ അഭിനയിച്ചു. സിത്താരയാവട്ടെ ഉപചാരം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. വലിയ പുൽത്തകിടിയുള്ള പ്രധാന വീട്ടുമുറ്റത്ത് നിന്ന് മാറി പല വർണ്ണങ്ങളുള്ള കടലാസ് ചെടികൾ നിരയിട്ട വഴിയിലൂടെ അറ്റത്തായിരുന്നു ദ്വീപ് എന്നു പേരിട്ട ആ ഇരട്ട മുറി വീട്. മുട്ടയുടെ ആകൃതിയിൽ പണിത ഔട്ട് ഹൗസിൽ സൗകര്യങ്ങൾ ആവശ്യത്തിലേറെയായിരുന്നു. വാഴയില തളിരിൻ്റെ നിറമുള്ള ചുമരുകളും ആളുയരത്തിലുള്ള കണ്ണാടികളും സ്വർണ്ണപ്പൂക്കൾ തുന്നിയ തിരശ്ശീലകളും സിത്താരയിലെ കലാകാരിയുടെ സാന്നിധ്യം വിളിച്ചറിയിച്ചു. എന്തുകൊണ്ടാണ് ദ്വീപ്? മിനുക്കിയെടുത്ത തടിയിലെ അക്ഷരവടിവിൽ വിരൽ ചൂണ്ടി ചെന്ന ദിവസം തന്നെ ഞാൻ ചോദിച്ചു. ദ്വീപായതുകൊണ്ട് തന്നെ അവൾ ചിരിച്ചു. ജീവിതം കടൽ യാത്രയാണെന്നല്ലേ പറയുന്നത്, അതിനിടയിൽ വിശ്രമിക്കാനൊരിടം. പക്ഷേ നാലു ചുറ്റും വെള്ളമല്ലേ, വീണ്ടും തോണി വേണ്ടിവരും. ഞാൻ ഗൂഢമായി ചിരിച്ചു. ദ്വീപിൽ തന്നെ കഴിയുകയുമാകാമല്ലോ, ആകാശം കണ്ട് കടൽ കണ്ട്. ആഹാ, കവിതയാണല്ലോ ഒഴുകുന്നത്. ഹേയ്, സിത്താര നാണിച്ച് ചിരിച്ചു. ഇങ്ങനെയൊക്കെ മനസ്സിലുള്ളത് പറയാൻ കൂട്ടിനൊരാളെ കിട്ടുന്നത് ഭാഗ്യമല്ലേ. അതിന് ഈ തുരുത്തു വേണ്ടി വന്നു. അവളുടെ കണ്ണുകളിൽ പൊടുന്നനെ സന്ധ്യയിലെ നരച്ച ഇരുട്ട് നിറഞ്ഞു. ഞാൻ വിഷയം മാറ്റി. നോവൽ കൊള്ളാം, വായിക്കുന്തോറും എനിക്ക് എഴുത്തുകാരിയോട് ആദരവേറുകയാണ്. ചുമ്മാ. സത്യം, വേറെ ആരെങ്കിലും വായിച്ചിരുന്നോ ഇത്? പബ്ലിഷേഴ്സ് അല്ലാതെ? ഇല്ല, കാണിക്കാൻ പറ്റിയ ആരും എനിക്ക് കൂട്ടുകാരായി ഇല്ലായിരുന്നു. ഷെറീഫ് വായിച്ചില്ലേ? പത്രം പോലും വായിക്കില്ലെന്ന് മുൻപ് പറഞ്ഞില്ലേ? നോവൽ എഴുതുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമോ? പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പരിചാരിക ഭക്ഷണവുമായി എത്തിയപ്പോൾ സംഭാഷണം മുറിഞ്ഞു. വിശാലമായ വീട്ടിൽ പരിചാരികയും കിടപ്പിലായ അമ്മയും മാത്രമേ സിത്താരയ്ക്ക് കൂട്ടുള്ളായിരുന്നു. കുട്ടികളെ രണ്ടും ഊട്ടിയിലെ സ്കൂളിൽ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കുകയാണ്. അടുത്ത ബന്ധുക്കളെല്ലാം വിദേശത്ത്. അമ്മയും അമേരിക്കയിലായിരുന്നു. ഭർത്താവിൻ്റെ മരണവും തളർവാദവും ജീവിതത്തെ കിടക്കയിലേക്ക് വലിച്ചിട്ടതോടെ അവർ നാട്ടിലേക്ക് മടങ്ങിയതാണ്. ഏറെ സമയവും മച്ചിൽ നോക്കി കണ്ണുമിഴിച്ച് കിടന്ന അവർ സംസാരിക്കാൻ വിമുഖയായിരുന്നു. കണ്ണുകളിൽ കെട്ടിനിന്നത് സങ്കടമായിരുന്നില്ല, അവജ്ഞയായിരുന്നു. നാട്ടിലെ ജീവിതവുമായി തീരെ ഇഴുകിച്ചേരാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് സിത്താര പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തടികൊണ്ട് കവചം തീർത്ത ചുമരുകളുള്ള വലിയ അതിഥി സൽക്കാരമുറിയിൽ കാട്ടുപോത്തിൻ്റെയും കലമാനിൻ്റെയും ശിരസ്സുകൾ പ്രൗഢിയേറ്റി. അപ്പൻ്റെ അപ്പൻ വലിയ വേട്ടക്കാരനായിരുന്നു. അനാഥ ശവത്തെക്കുറിച്ച് പറയുന്നത്ര നിസ്സംഗമായി സിത്താര പറഞ്ഞു. കാട്ടിൽ വെച്ച് വെടിയേറ്റ മരിച്ചത്, കൊന്നതാണെന്ന് പറയുന്നവരുണ്ട്. അപ്പാപ്പൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് ഷെറീഫ്. ഷെറീഫിൻ്റെ ബാപ്പ പൂക്കുഞ്ഞായിരുന്നു വേട്ടയ്ക്ക് പോകുമ്പോൾ അപ്പാപ്പന് കൂട്ട്. സംഭാഷണം ഷെറീഫിൽ തടഞ്ഞ് അന്നും മുറിഞ്ഞു. അയാളെക്കുറിച്ച് കൂടുതൽ പറയാൻ സിത്താരയ്ക്ക് താല്പര്യമില്ലാത്തതുപോലെ. അതോടെ ഇനി ചോദിക്കേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. ആദ്യ ദിവസം രാത്രി ദ്വീപിൽ തങ്ങാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ സാലി വീട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ പോകുന്നതും വരുന്നതും ഞാൻ അറിയാറില്ല. ഇട്ടിച്ചാൽ അലക്സിൻ്റെ മരണം ഞങ്ങളെ രണ്ടും കരയിലാക്കി. അയാളെ മരണത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് അവളാണെന്നതിൽ എനിക്ക് സംശയമില്ലായിരുന്നു. ജീവിതത്തിൽ എൻ്റെ ഉടലിൽ ആദ്യമായാണ് ഒരുത്തൻ കൈവയ്ക്കുന്നത്. തിരിച്ചൊന്ന് പൊട്ടിക്കാൻ പോലും ആ നിമിഷം തോന്നാഞ്ഞത് എന്താണെന്ന് ഞാൻ പിന്നീട് എപ്പോഴും സങ്കടപ്പെട്ടു. ചത്തെങ്കിലും അലക്സിന് മാപ്പ് നൽകാൻ ഞാൻ തയ്യാറല്ല. അയാളുടെ മകൾക്കും. കഴിയുന്നത്ര ദിവസം ദ്വീപിൽ കൂടാൻ ഞാൻ ഉറപ്പിച്ചു. പുതിയ സ്ഥലത്തെ സൗകര്യങ്ങൾ വിലയിരുത്താനെത്തിയ പണിക്കർ സാർ എന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു. രാജയോഗമല്ലേടാ മോനെ, രാജയോഗം. എൻ്റെ നല്ല പ്രായത്തിൽ പോലും എനിക്ക് ഇങ്ങനൊരു യോഗം തന്നില്ലല്ലോ ദൈവമേ. ഞാൻ ചിരിച്ചു. നീ അവളെ മുറുക്കെ പിടിച്ചോ. മിടുക്കനാണേൽ 1-2 നോവലും കൂടി എഴുതിപ്പിക്കേ. നോക്കാം. നോക്കിയാൽ പോരാ, കാര്യം നടത്തണം. ഇട്ടുമൂടാൻ സ്വത്തുണ്ടെന്നേ. ഇത്തിരി നമുക്കൂടെ തന്നാൽ കഴിക്കുമോ? നമ്മുടെ ചന്ദ്രോത്സവം എന്തായി? ഇതിനിടയിൽ അത് മറക്കല്ലേ. ഇല്ല, എഴുതുന്നുണ്ട്. ഞാൻ കളവ് പറഞ്ഞു. സത്യത്തിൽ ഏതാനും ദിവസമായി അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലുമില്ലായിരുന്നു. പുതിയ ലക്കം സരസയുടെ കോപ്പി തലയിണയ്ക്ക് കീഴിൽ വെച്ച് എന്നെ 2 തവണ കൂടി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് പണിക്കർ പോയി. ആർക്കെ പോകുന്നതിൻ്റെ തുടരാൻ 12 പേജുകളിലേക്ക് നീണ്ടിരിക്കുന്നു.
രാത്രി പതിവില്ലാതെ സിത്താര ദ്വീപിലേക്ക് വന്നു. ഞാനപ്പോൾ നോവൽ തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നത് അവളെ സന്തോഷിപ്പിച്ചു. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ വന്നതാണ്. ശല്യമായില്ലല്ലോ? ഏയ് സന്തോഷം. ഭയങ്കര വർക്ക് ഹോളിക്കാണല്ലോ കേശു. അവൾ കസേര വലിച്ചിരുന്നു. എൻ്റെ നോവൽ വായിച്ചു ബോറടിക്കുന്നില്ലേ? പറഞ്ഞില്ലേ, ഞാൻ ആസ്വദിച്ചാണ് വായിക്കുന്നത്. റിയലി? യെസ്. അപ്പാപ്പൻ വേട്ടക്കാരനായതുകൊണ്ടാണോ നോവലിലെ ഇമേജറികൾ പലതും കാടുമായി ബന്ധപ്പെട്ടതായത്? അതുമാത്രമല്ല, സിത്താര വിരലുകൾ ഞൊടിച്ചു. വന്യമൃഗങ്ങളുമായാണ് സമ്പർക്കം. എന്നുവെച്ചാൽ കീരി മൂർഖൻ പാമ്പിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കേശു? കിടക്കവിരി പകുത്തുമാറ്റി കാലുകൾ കട്ടിലേക്ക് കയറ്റിവെച്ച് അവൾ ചോദിച്ചു. സ്വർണ്ണ നാഗത്തെപ്പോലെ കാലിൽ പിണഞ്ഞൊട്ടിയ പാദസരത്തിനിടയിലൂടെ പുറത്തേക്ക് ഉയർത്തിയ നനുത്ത രോമങ്ങൾ കാണുകെ ഞാൻ സദാശിവൻ്റെ വാക്കുകൾ ഓർത്തു. കീരി ഓടിവന്ന് പാമ്പിന് ചുറ്റും മൂത്രം കൊണ്ട് ഒരു വട്ടം വരച്ചിട്ട് കാട്ടിലേക്ക് മറയും. രൂക്ഷഗന്ധമുള്ള മൂത്രമാണത്. പാമ്പിന് അത് മുറിച്ചു കിടക്കാൻ പറ്റില്ല. അതറിയാവുന്ന കീരി പിന്നിലൂടെ പതുങ്ങി വന്ന് പാമ്പിൻ്റെ തലയ്ക്കൊരു കടി കൊടുക്കും. വീണ്ടും വട്ടം വരച്ച് ഓടി മറയും. കടിയേറ്റ് തളർന്ന് എന്നാൽ ഓടി രക്ഷപ്പെടാനാവാതെ പാമ്പിൻ്റെ ജീവനൊടുങ്ങും. എൻ്റെ കാര്യവും അതുപോലെയാണ്. സിത്താരയുടേത് പ്രണയവിവാഹമായിരുന്നില്ലേ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഷെരീഫിനായിരുന്നു പ്രണയം. കീരിയെപ്പോലെ അയാൾ എന്നെ പെടുത്തിയതാണ്. അപ്പാപ്പൻ്റെ കൂട്ടുകാരൻ്റെ ചെറുമകൻ. ഇഷ്ടം പോലെ പണം കരി നീക്കാൻ അയാൾക്കറിയാമായിരുന്നു. എൻ്റെ അഭിപ്രായം പോലും ആരും ചോദിച്ചില്ല. സിത്താരയുടെ അപ്പൻ നല്ല പ്രായത്തിലേ മരിച്ചു. US വെച്ചായിരുന്നു. ബോഡി പോലും നാട്ടിൽ കൊണ്ടുവന്നില്ല. 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും US. അവർ അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ എടുത്തു. സിത്താര വിദേശത്ത് പോയില്ലേ? എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ ഇഷ്ടമല്ല. ഷെരീഫിൻ്റെ വീട്ടിൽ പോലും 2 ദിവസം നിൽക്കുമ്പോൾ ശ്വാസം മുട്ടും. അവൾ ദീർഘനിശ്വാസം വിട്ടു. ഇനി കേശുവിനെ പറ്റി പറയൂ. സാലി നല്ല ഭാര്യയാണോ? എൻ്റെ ചിരി വികൃതമായി തോന്നിയിരിക്കണം. ഞാൻ സിത്താരയുടെ നോവലിൽ നിന്ന് പഴയൊരു താൾ തുറന്നു പതിയെ വായിച്ചു. എവിടെയോ ഉണ്ടെന്ന് കരുതുന്ന അന്യഗ്രഹ ജീവികൾ കേൾക്കാൻ ഭൂമിയിൽ നിന്ന് അയക്കുന്ന ശബ്ദവീചികൾ പോലെയാണ് പ്രണയം. ആത്മാവിൻ്റെ മറുപാതിയെ തേടി മനസ്സ് അയക്കുന്ന സന്ദേശം. സാറ് പോരാ. എഴുത്തിലെ ആവേശം ജീവിതത്തിലില്ല. അച്ചടി മഷി കറുപ്പിച്ച വിരൽ മൂക്കത്ത് വെച്ച് ഉച്ചയൂണിനിടയിൽ സദാശിവൻ ചുണ്ടുകൂട്ടി ചിരിച്ചു. ഞാൻ തല ഉയർത്താതെ ഊണിൽ ശ്രദ്ധിച്ചു. മാധവേട്ടൻ്റെ ലക്ഷ്മി ഹോട്ടലിൽ വല്ലപ്പോഴുമാണ് വായ്ക്ക് രുചിയുള്ള കൂട്ടാൻ കിട്ടുന്നത്. ഇന്നത്തെ പുളിശ്ശേരിയും കുമ്പളങ്ങ പച്ചടിയും കൊള്ളാം. എന്താ, ഒന്നും പറയാനില്ലേ? സദാശിവൻ കൈമുട്ടുകൊണ്ട് എന്നെ തട്ടി. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കത്തില്ല. ശ്രമിച്ചായിരുന്നാൽ ഇപ്പോൾ കാര്യം നടന്നേനെ. സാറിന് പേടിയാ. പെണ്ണുങ്ങളെ കയ്യിലെടുക്കാനുള്ള തന്ത്രമറിയത്തില്ല. അയാൾ പിറുപിറുത്തു കൊണ്ടിരുന്നു. ഞാൻ താല്പര്യം കാട്ടാത്തതുകൊണ്ടായിരിക്കണം ഊണ് കഴിയുന്നതുവരെ പിന്നെ സദാശിവൻ മിണ്ടിയില്ല. പറ്റുബുക്കിൽ തുകയെഴുതി കണ്ണാടി ഭരണിയിൽ നിന്ന് കടലമുട്ടായിയും എടുത്ത് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സദാശിവൻ പൊടുന്നനെ പിടിച്ചു നിർത്തി. ഞാനൊരു കാര്യം പറഞ്ഞാൽ സങ്കടമാവുമോ? കാര്യം കേൾക്കാതെ എങ്ങനെയാ പറയുന്നേ? സാറിൻ്റെ കെട്ടിയോടെ കാര്യമാ. സാലിക്ക് എന്ത് പറ്റി? പറഞ്ഞാൽ സങ്കടമാവുമോ എന്ന് അതാ ചോദിച്ചേ. നീ വളച്ചു കെട്ടാതെ കാര്യം പറ. അവരുടെ പോക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താ അങ്ങനെ തോന്നാൻ? സംശയകരമായ സാഹചര്യത്തിൽ 1-2 തവണ അവരെ ചിലരുടെ കൂടെ ഞാൻ കണ്ടു. ആരുടെ കൂടെ? പറഞ്ഞാൽ സാർ അറിയില്ല. പക്ഷേ അവന്മാർ ശരിയല്ല. എനിക്കറിയാം. വനിതാ വിമോചനമെന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും മനസ്സിലിരിപ്പ് വേറെയാ. വനിതാ വിമോചനക്കാരുമായി അവൾക്ക് എന്ത് ഇടപാട്? അതാ ഞാൻ ചോദിച്ചേ. സ്ഥിരമായിട്ട് അവരുടെ മീറ്റിങ്ങിലൊക്കെ കാണുന്നുണ്ട്. സാറ് അറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. അയ്യോ, ഇതൊന്നും നേരെ ചെന്നങ്ങ് ചോദിച്ചേക്കല്ലേ. സാറ് രാവിലെ പ്രസ്സിലേക്ക് പോന്ന പിന്നെ രാത്രിയിലല്ലോ ചെന്ന് കയറുന്നേ. സ്വാതന്ത്ര്യമ മനുഷ്യന്മാരെ ചീത്തയാക്കുന്നേ. വനിതാ വിമോചന പ്രവർത്തനം മോശപ്പെട്ട സംഗതിയല്ലെന്ന് സദാശിവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നിയില്ല. പറഞ്ഞാലും അയാൾ സമ്മതിക്കില്ല. തനിക്കറിയാവുന്ന കുറേ വനിതാ വിമോചന പ്രവർത്തകരെ പറ്റി കഥകൾ കുടഞ്ഞിടും. അവനറിയാതെ ഈ നഗരത്തിലൊന്നും നടക്കുന്നില്ല. എൻ്റെ ആശങ്ക സാലി ഇതിനായി ഇറങ്ങി തിരിച്ചതിനെ പറ്റിയായിരുന്നു. എനിക്കെതിരെയുള്ള എന്തെങ്കിലും കരുനീക്കമാണോ ഇത്? ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോയി. വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലെ താക്കോൽ കൊണ്ടു വാതിൽ തുറന്ന് അകത്ത് കയറി. സാലിയുടെ മുറി പരിശോധിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ മുറി പൂട്ടാൻ തുടങ്ങിയതോടെ അവൾ അവളുടെ മുറിയും പൂട്ടിത്തുടങ്ങിയിരുന്നു. അവൾക്ക് മാത്രമായി സോപ്പ്, തോർത്ത്, പാത്രങ്ങൾ. എൻ്റേത് മാത്രമായ ഒന്നിനും സ്പർശിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധ വച്ചതുപോലെ. ഞാൻ തിരിച്ചും. വിരസമായ നിമിഷങ്ങൾ പോലെ ചുരുണ്ടുകിടക്കുന്ന അവളുടെ മുടിയിഴകൾ ചിതറിയ മുറിയിലൂടെ ലക്ഷ്യമില്ലാതെ ഞാൻ ഒരു ചുറ്റു നടന്നു. ഇടയ്ക്ക് പോലീസ് നായെ പോലെ മണത്തു. കുറ്റാന്വേഷണ പോലെ നെറ്റി ചുളിച്ചു. അവൾക്കെതിരായി ഒന്നും കണ്ണിൽ പെടുന്നില്ല. മടങ്ങി വന്ന് വാതിൽക്കൽ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് കാത്തയുടെ കൈ പിടിച്ച് തങ്കമ്മ ആൻറ്റി വരുന്നത് കണ്ടത്. ആൻറ്റിയെ വീടിന് പുറത്ത് കണ്ടിട്ട് കാലങ്ങളായെന്ന് ഞാൻ ഓർത്തു. അവരെ വാർദ്ധക്യം വന്ന് മൂടിയിരുന്നു. ഓരോ ചൂടിലും കിതയ്ക്കുന്നത് പോലെ തോന്നി. തിരക്കിലാണോ പത്രാധിപർ? കാത്തയുടെ കൈ തട്ടിമാറ്റി വീട്ടുമുറ്റത്ത് നിവർന്നു നിന്ന് ആൻറ്റി ചോദിച്ചു. പതിവില്ലാത്ത സന്ദർശനത്തിൽ അപകടക്കൊടിയുടെ തുമ്പ് കണ്ട് ഞാൻ കരുതലോടെ നിന്നു. കയറി വന്നാട്ടെ, ഞാൻ ക്ഷണിച്ചു. പിടിച്ചു നിർത്താൻ ശ്രമിച്ച കാത്തയെ ആൻറ്റി പിന്നെയും കൈ തട്ടി അകറ്റി. കാത്ത പോയിക്കോ.
ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് സ്വകാര്യമായി. ആ വാക്കുകൾ കാർത്തിക്ക് ക്ഷീണമായി. കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സ്വതവേ വീർത്തുകെട്ടിയ മുഖം പിന്നെയും വീർപ്പിച്ച് അവർ ഇരുണ്ടകുന്നു. ഞാൻ കസേര നീക്കിയിട്ട് കൊടുത്തു. ആൻറ്റി കസേരയിലിരുന്ന് കണ്ണടച്ചു. മകളുടെ ഓർമ്മകൾ വന്നു വിളിക്കുന്നതാവാം. അല്ലെങ്കിൽ ചെറുമക്കളുടെ ചിരിയും കളിയും ആ കണ്ണിൽ കണ്ടു നിറയുകയാകാം. എന്താ കേശുവിൻ്റെ ഉദ്ദേശ്യം? ചോദ്യം പെട്ടെന്നായിരുന്നു. ഞാൻ അലസതയുടെ ആകാശം നോക്കി നിന്നു. കേശു എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ചിലത് ഉദ്ദേശിച്ചിട്ടുണ്ട്. പറഞ്ഞത് ഞങ്ങൾ എന്ന് തന്നെ ആയിരുന്നു എന്ന് കാതുകൾ ആണയിട്ടു. സാരിക്ക് വിവാഹമോചനം വേണം. 1 കിലോ പഞ്ചസാരയും 2 കിലോ പച്ചരിയും എന്ന് പലചരക്ക് കടയിൽ ചെന്ന് പറയുന്നത്ര ലാഘവത്തോടെയായിരുന്നു ആൻറ്റിയുടെ പറച്ചിൽ എന്നത് എന്നെ ചിരിപ്പിച്ചു. ഇത് അവളുടെ തീരുമാനമാണോ അതോ ആൻറ്റിയുടെയോ? വെള്ളിയോടിയ മുടിയിഴകളിലൂടെ ആൻറ്റി വിരലോടിച്ചു. മൂക്ക് ചൊറിഞ്ഞു. സാരിത്തുമ്പ് പിടിച്ചു നേരെയിട്ടു. നിന്നെക്കൊണ്ട് അവളെ കെട്ടിക്കുന്നതിന് പണ്ടേ എനിക്ക് സമ്മതമല്ലായിരുന്നെന്നറിയാമല്ലോ. ഒരിക്കലും ചേരാത്ത ബന്ധമാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവിടെ അപ്പം വന്ന് ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളുടെ മനസ്സ് മാറ്റിയേനെ. പിന്നെ എല്ലാ മനുഷ്യരും വിചാരിക്കുന്നത് പോലെ കെട്ടുകഴിഞ്ഞാൽ നീ നന്നായിക്കൊള്ളുമെന്ന് ഞാനും സമാധാനിച്ചു. ഒരു മനുഷ്യൻ നന്നാകാൻ കാത്തിരിക്കുന്നതിൽ തെല്ലും അർത്ഥമില്ല. കാത്തിരുന്നുണ്ടാകേണ്ടതല്ല നന്മ, അത് ജനിക്കുമ്പോഴേ കൂടെ വേണ്ടതാണ്. നിനക്കതുണ്ടായില്ല, ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചുമില്ല. സാലിക്ക് ഈ ജീവിതം മതിയായി. ഒറ്റയ്ക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാനായിരുന്നെങ്കിൽ മിഞ്ഞുകെട്ടാൻ തല കുനിക്കേണ്ടിയിരുന്നില്ല. നീ അവളെ ഗൗനിക്കുന്നതേയില്ല. ഇങ്ങനൊരു മനുഷ്യജീവി വീട്ടിലുണ്ടെന്ന വിചാരം പോലും നിനക്കില്ല. അത് അവൾക്കുമില്ലല്ലോ. ഞാൻ ജനാലയ്ക്കിലൂടെ മുറ്റത്തേക്ക് അമർഷം തുപ്പി. അവൾക്ക് ആ വിചാരം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അതിനാലാണ് നിന്നോട് സംസാരിക്കാൻ എന്നോട് പറഞ്ഞത്. ഡൈവേഴ്സ് വാങ്ങി അവൾ അങ്ങോട്ട് പോകും. യജമാനോട് കൂറുള്ള വളർത്തു നായെപ്പോലെ നാവ് പ്രവർത്തിച്ചു. ഓ, പോകാൻ അവൾക്കൊരു ഇടമില്ലെന്നതാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ്. അവളെ ഞാൻ നോക്കും, എൻ്റെ കൂടെ താമസിപ്പിക്കും. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള എവിടെയും. നീ ഒരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. എനിക്കൊന്ന് ആലോചിക്കണം. ഇതിലെന്താണ് ഇത്ര ആലോചിക്കാൻ? വേണ്ടെന്ന് വെച്ചൊരു ബന്ധം അടർന്നു പോകുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിലും ഇവിടെ കോടതിയും നിയമമൊക്കെ ഉണ്ടല്ലോ. എല്ലാം പഠിച്ചിട്ടാണല്ലോ വരവ്. ചിരിയെ മൂർച്ചയുള്ള ഒരായുധമായി ഞാൻ എടുത്തു വീശി. ഒന്നോർത്തോളൂ, ഞാൻ കൂടി വിചാരിക്കാതെ വിവാഹമോചനം കിട്ടില്ല. ആൻറ്റി എഴുന്നേറ്റു. നീ വിചാരിക്കും, നീ ആ കടലാസിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. അവർ കുറേ കൂടി അരികിലേക്ക് വന്ന് കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി പറഞ്ഞു. പെണ്ണിന് വേണ്ടെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങുന്നത് ആണത്തമല്ലട പൊട്ട. പുറത്ത് കൈയടിച്ചത് കാത്തയോ തോന്നലോ? ഒരു മദ്യക്കുപ്പിയുമായാണ് ദ്വീപിലേക്ക് പോയത്. ആദ്യമായാണ് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ പോകുന്നത്. വിവാഹമോചന നോട്ടീസ് കൈപ്പറ്റിയ ഈ ദിവസം മദ്യത്തെയല്ലാതെ മറ്റൊന്നിനെയും കൂട്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വക്കീൽ നോട്ടീസ് ഒപ്പിട്ട് കൈപ്പറ്റുമ്പോൾ അതേ മേൽക്കുരയ്ക്ക് കീഴിൽ സാരി അവളുടെ മുറിയിലുണ്ടായിരുന്നു എന്നതാണ് ക്രൂരമായ തമാശ. സംസാരിക്കാനാവുന്ന ദൂരത്ത് പരസ്പരം കണ്ടിട്ടും ഞങ്ങൾ ഇതേപ്പറ്റി ചർച്ച ചെയ്തില്ല. അട്ടഹാസങ്ങളോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ ഒരു ബന്ധം അറുത്തുമുറിച്ചു മാറ്റാം എന്നത് അവിശ്വസനീയമായി തോന്നി. ദ്വീപിൽ ചെന്ന് കയറിയപ്പോൾ ഭാഗ്യത്തിന് സിത്താരയെ കണ്ടില്ല. ആരെയും അഭിമുഖീകരിക്കാൻ വയ്യ. ചെന്നപാടെ കുളിച്ച് കുപ്പി പൊട്ടിച്ചു. രണ്ടാമത്തെ പെഗ് കഴിക്കുമ്പോൾ വാതിലിൽ മുട്ട് തുറക്കുമ്പോൾ സെറ്റ് സാരിയും മുണ്ടുമുടുത്ത് സിത്താര. ആദ്യമായാണ് അവളെ ഈ വേഷത്തിൽ കാണുന്നത്. ദീപം കൊളുത്തിയതുപോലെ മുറിയിൽ വെളിച്ചം പരന്നു. എന്താ പതിവില്ലാതെ വാതിലടച്ചത്? എഴുത്തൊന്നുമല്ലല്ലോ. അവൾ എന്നെയും ടീപ്പോയിലെ മദ്യക്കുപ്പിയായി മാറി മാറി നോക്കി. ഓ, തനിച്ചിരുന്ന സേവയാണോ? കമ്പനിക്ക് എന്നെയും വിളിക്കാമായിരുന്നു. എന്താ കേശു വല്ലാതിരിക്കുന്നത്? വാതിൽ ചാരി അവൾ അരികിലെത്തിയപ്പോൾ ഞാൻ തലകുനിച്ചു. എന്തായാലും എന്നോട് പറയൂ. ഞാൻ വക്കീൽ നോട്ടീസ് നീട്ടി. അവളത് വായിച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ മേശയിൽ മടക്കി വെച്ചു. ആരുമില്ലെന്ന് തോന്നലുണ്ടോ കേശുവിന്? അങ്ങനെ വിചാരിക്കേണ്ട. ഒരുപാട് പേർ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. എൻ്റെ കാര്യം തന്നെ നോക്കൂ. ഉണ്ടായിട്ടും എന്ത് പ്രയോജനം? ഇന്ന് മക്കളുടെ പിറന്നാളാണ്. ഷെരീഫ് ഒന്നും വിളിച്ചുകൂടിയില്ല. ഫോണിൽ കിട്ടുന്നതേയില്ല. കാട് കയറി നടക്കുമ്പോൾ എന്ത് നാട്, ഏതു വീട്? സിത്താര ഡൈവേഴ്സിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചു കഴിഞ്ഞാണ് ക്രൂരമാണെന്ന് തോന്നിയത്. ഡൈവേഴ്സ് ചെയ്തിട്ട് 2 പെൺകുട്ടികളുമായി എന്ത് ചെയ്യണം ഞാൻ? അത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ഈ വിവാഹത്തിന് സമ്മതം മൂളാതിരുന്നാൽ പോരായിരുന്നോ? വാദത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നി. ഒരു പെഗ് കഴിക്കുന്നോ? ഞാൻ ചോദിച്ചു. കമ്പനി തരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഞാൻ ഇത്തിരി മദ്യം വെള്ളം ഒഴിച്ച് നീട്ടി. ഷെരീഫിനോടൊപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഗ്ലാസ് വാങ്ങുമ്പോൾ അവൾ പറഞ്ഞു. നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. ഒരുപാട് നിർബന്ധങ്ങളുണ്ട് അയാൾക്ക്. കാട്ടുനീതി, കാടൻ നിയമങ്ങൾ. തോക്കു ചൂണ്ടി ചെയ്യിക്കുന്നത് പോലെയാണ് എല്ലാം. സിത്താര കണ്ണടച്ച് ഗ്ലാസ് ഒറ്റ വലിക്ക് പകുതി തീർത്ത് താഴെ വെച്ചു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. കസേരയിലെ പുസ്തകങ്ങൾ താഴെ വെച്ച് പതിവ് പോലെ അതിലിരുന്ന് കിടക്കവിരി തെറുത്തുമാറ്റി അവൾ കിടക്കയിൽ കാലുയർത്തി വെച്ചു. ലോകത്തെ മാറ്റിമറിക്കാൻ പോരുന്ന ബോംബിൻ്റെ തുമ്പ് അപ്പോഴാണ് തലയിണക്കിടയിൽ നിന്ന് തലനീട്ടിയത്. സരസയുടെ പുതിയ ലക്കം തെന്നി താഴെ വീണത് അവൾ കുനിഞ്ഞെടുത്ത് കൗതുകത്തോടെ മറിച്ചു നോക്കി.
കാണാത്ത മട്ടിൽ ഞാൻ മദ്യക്കുപ്പിയിൽ കണ്ണു നട്ടിരുന്നു. ഗ്ലാസ്സിൽ ശേഷിക്കുന്നത് നിമിഷ നേരം കൊണ്ട് അവൾ വലിച്ചു കുടിച്ചു. താളുകൾ മറിയും തോറും സിത്താരയുടെ ശ്വാസം പിടിപ്പിന് വേഗമേറുന്നത് ഞാൻ അറിഞ്ഞു. അവളുടെ നെടുവീർപ്പുകൾ നിശാശലഭങ്ങളെ പോലെ മുറിയിൽ ചുറ്റിയടിച്ചു. വാതിലിന് കൊളുത്തു വീണതും പിന്നിൽ നിന്ന് 2 കൈകൾ എന്നെ കഴുത്തിലൂടെ കുടുക്കിട്ട് പിടിച്ചതും പെട്ടെന്നായിരുന്നു. അവൾ എൻ്റെ കഴുത്തിൽ ഉമ്മ വച്ചു. പിന്നെ ടീപ്പോയി തട്ടി നീക്കി മടിയിൽ കയറിയിരുന്നു. എൻ്റെ ഉള്ളിൽ ചൂടരുവികൾ തിളച്ചു. കോശങ്ങൾ ആർപ്പു വിളിച്ചു. നെറ്റിയിലേക്ക് വീണ മുടിയേഴുകൾ വകഞ്ഞു മാറ്റി ഞാൻ സാവധാനം അവളുടെ നനഞ്ഞ ചുണ്ടുകൾ നുണഞ്ഞു. ചുമലിലെ കൈകൾ മുറുകി. വേർപ്പെടുത്താനാവാത്തൊരു യന്ത്രഭാഗം പോലെ ഞങ്ങളുടെ ചുണ്ടുകൾ കോർത്തു. ഞാൻ അവളെ കോരിയെടുത്ത് കിടക്കയിലേക്കിട്ടു. എന്നെ ഇത്ര സ്നേഹത്തോടെ ആരും ഇന്നുവരെ ഉമ്മ വച്ചിട്ടില്ല. സിത്താര പിറുപിറുത്തു. പൗർണമി നിലാവ് പോലെ ഞാൻ അവളിൽ നിറഞ്ഞു. ആത്മാവിൻ്റെ മറുപാതിയെ തേടി എൻ്റെ മനസ്സ് അയച്ച സന്ദേശം കേൾക്കുന്നുണ്ടോ? കാതിൻ്റെ തുമ്പിൽ കടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാനത് അപ്പോഴേ കേൾക്കാൻ തുടങ്ങിയിരുന്നു. വരിഞ്ഞു മുറുക്കുമ്പോൾ അവൾ കണ്ണടച്ച് ചിരിച്ചു. പുറത്ത് സന്ധ്യ പുടവ മാറ്റി രാത്രിയിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ഞങ്ങൾ സദാശിവൻ പ്രവചിച്ചതുപോലെ നാഗങ്ങളായി പിണഞ്ഞു. മുളയും മുടിയും ഒരുപോലെ സാറേ, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. മനുഷ്യനും അതുപോലെ ആയിരിക്കണം. അച്ചടി പൂർത്തിയായ എൻ്റെ നോവൽ ചന്ദ്രോത്സവത്തിൻ്റെ പുതിയ പതിപ്പ് ബൈൻഡ് ചെയ്യുന്നതിനിടയിൽ സദാശിവൻ ഉപദേശിച്ചു. സ്കൂളുകളുടെയും കലാലയങ്ങളുടെയും പരിസരത്തെ കടകളിലൂടെയുള്ള രഹസ്യ വിൽപ്പനയിലൂടെ ആദ്യ പതിപ്പ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചൂടപ്പം പോലെ വിറ്റുതീർന്നു. രാത്രി മുഴുവൻ പ്രസ് പ്രവർത്തിപ്പിച്ചാണ് അടുത്ത പതിപ്പ് ഇത്ര വേഗം പൂർത്തിയാക്കിയത്. ഞാനിതെന്തിനാ പറഞ്ഞതെന്ന് സാറിന് മനസ്സിലായോ? സാറ് എഴുത്ത് ഇതിൽ ഒതുക്കരുതെന്ന്. വലിച്ചു നീട്ടിയൊരു ചിരി കൊണ്ട് സദാശിവൻ സ്വയം അടയാളപ്പെടുത്തി. എഴുത്ത്. എനിക്ക് ലജ്ജ തോന്നി. ഫ്രിജോ കാപ്രയെയും ജിതു കൃഷ്ണമൂർത്തിയെയും വായിച്ചു നടന്നവനാണ് പുറം വെളിച്ചത്ത് കാണിക്കാൻ കൊള്ളാത്ത സാഹിത്യം എഴുതുന്നത്. മല കയറുന്ന വാഹനം കുഴിയിൽ പെട്ടതുപോലെ ജീവിതവും കാലത്തിൻ്റെ ചതിക്കുഴിയിൽ പെട്ടുപോയിരിക്കുന്നു. ഇവിടെ നിന്ന് സ്വയം മോചിപ്പിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. സാറിനറിയാമോ, ഈ പണിക്കർ സാർ സിറ്റിയിൽ പത്രം വിറ്റ് നടന്ന തുടങ്ങിയ ആളാണ്. പതിയെ പതിയെ വളർന്ന ഈ നിലയിലായേ. പക്ഷേ ഇവിടം കൊണ്ട് തീർന്നു. എന്താ കാര്യം? മുളയുടെ വളർച്ച നിന്നു എന്ന് വച്ചാൽ ഇനിയും വളരണമെന്നില്ലാതായി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേ, സിറ്റിയിലൊക്കെ പുതിയ ഓഫ് സൈറ്റ് പ്രസ് വരുമ്പോൾ ഈ പഴയ മോഡൽ പ്രസ്സും കൊണ്ട് എന്താ പ്രയോജനം? ഈ കക്കൂസ് സാഹിത്യത്തിൽ നിന്നുള്ള വരുമാനമൊക്കെ ഇപ്പോൾ തീരും. അത് പറഞ്ഞിട്ട് പണിക്കർ സാറിന് മനസ്സിലാവുന്നില്ല. കക്കൂസ് സാഹിത്യം, ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. സദാശിവന് ചില നേരം ഒടുക്കത്തെ നർമ്മബോധമാണ്. ഒരു രഹസ്യം കൂടി പറയാം, കേൾക്കണോ? തേരട്ട ചുണ്ടുകൾ എൻ്റെ കാതിലേക്ക് ഇഴഞ്ഞു. പണിക്കർ സാറിൻ്റെ പെമ്പിള്ളേരെ 2ഉം ഡൈവേഴ്സാ. അതുകൊണ്ടെന്താ? ചെയ്തു കൂട്ടിയൻ്റെ പാപം, അല്ലാതെന്താ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും സാറേ. ഇതെല്ലാവർക്കും ബാധകമാണ്. പുറത്ത് ആരോ എത്തിയതറിഞ്ഞ് സംഭാഷണം നിലച്ചു. പണിക്കർ സാർ ഇല്ലാത്തപ്പോൾ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യേണ്ട ചുമതല എനിക്കായതിനാൽ ഞാൻ മുൻവശത്തേക്ക് പോയി. വിവാഹക്കുറിയുടെ അച്ചടി നിരക്ക് ചോദിച്ചറിയാൻ വന്ന ഒരു മധ്യവയസ്കനായിരുന്നു അത്. അയാളുടെ കണ്ണുകൾ എവിടെയും ഉറയ്ക്കാതെ തുമ്പിയെപ്പോലെ മുറിയിലൂടെ ചിറകടിച്ചു പറന്നു. പലതരം കാർഡുകൾ ഞാൻ നിരത്തിയപ്പോഴേക്കും തിരക്കു നടിച്ച് അയാൾ പോയി. എന്തോ വശപ്പിച്ചുകൊണ്ടല്ലോ സാറേ. ഉള്ളിൽ നിന്ന് അയാൾ തന്നെ നോക്കി നിന്ന സദാശിവൻ നെറ്റിച്ചുളിച്ചു. അവൻ ബൈൻഡിങ് നിർത്തി കൈ കഴുകി തുടച്ച് പുറത്തേക്കുള്ള വാതിൽക്കൽ ചെന്ന് നോക്കി. ഇരട്ടി വേഗത്തിൽ തിരിച്ചോടി. പോലീസ്, പോലീസ്! സദാശിവൻ അലറി വിളിച്ച് കാട്ടെലിയെ പോലെ മുറിക്കുള്ളിലൂടെ ഓടി. പ്രസ്സിൽ നിന്ന് ഇറക്കി വെച്ച അട്ടിയടുക്കിയ കടലാസുകൾ പിന്നാലെ പറന്നു. അച്ചടിയന്ത്രം നിലച്ചു. ലോഹാക്ഷരങ്ങൾ ചിതറി. വീഴ്ച നിൽക്കാതെ ഒളിപ്പിക്കേണ്ടതൊക്കെ എടുത്തു പുറകിലത്തെ വാതിൽ കൂടി ഓടിക്കോ. ചാക്കിൽ തിരികിയ സരസയുടെ പാതിയായ ലക്കങ്ങളുമായി രാമവർമ്മയും ആൻഡോയും പുറത്തേക്ക് കുതിച്ചു. കിട്ടിയതൊക്കെ വാരി നിറച്ച് ചാക്കുകെട്ടുമായി ഞാനും ഓടാൻ ഒരുങ്ങുന്നതിനിടെ ഇരമ്പി വന്നു നിന്ന പോലീസ് ജീപ്പിൽ നിന്ന് ഏതാനും പേർ അകത്തേക്ക് പാഞ്ഞെത്തി. എൻ്റെ കാലുകൾ മരവിച്ചു. വിടരുതവനെ, ആരോ വിളിച്ചു പറഞ്ഞു. കുപ്പായ കോളറിൽ പിടി വീണു. എവിടെടാ എല്ലാവരും? ഞാൻ കൈമലർത്തി. പിൻഭാഗത്തെ തുറന്നിട്ട വാതിലിലൂടെ ഏതാനും പോലീസുകാർ ഓടി. ഇത്തിരി കഴിഞ്ഞ് രാമവർമ്മയും ആന്റണിയുമായി അവർ മടങ്ങിയെത്തി. ചാക്കുകെട്ടുകൾ എവിടെ ഒളിപ്പിച്ചോ എന്തോ. യൂണിഫോമിലല്ലാത്ത ഏതാനും പോലീസുകാർ അതിനകം അച്ചടിച്ചു കെട്ടിവെച്ച കടലാസുകൾക്കിടയിൽ പരതാൻ തുടങ്ങിയിരുന്നു. ചാക്കഴിക്കടാ. കട്ടിമീശയുള്ള പോലീസുകാരൻ ഞാൻ കെട്ടിവെച്ചിരുന്ന ചാക്കുകെട്ടിൽ തൊഴിച്ചു. കെട്ടഴിഞ്ഞ ചാക്കിൽ നിന്ന് സരസയുടെ ഏതാനും പേജുകൾ എടുത്തു വായിച്ച് അയാൾ ആസ്വദിച്ച് ചിരിച്ചു. ഗൂഢമായ ചിരിയോടെ മറ്റുള്ളവർക്കും ഏതാനും പേജുകൾ വിതരണം ചെയ്തു. എൻ്റെ നോവലിൻ്റെ ഭാഗമാണതെന്ന് കൺകോണിലൂടെ തിരിച്ചറിഞ്ഞു. മാറുമറയ്ക്കാതെ കിടക്കയിൽ മുട്ടുകുത്തി നിൽക്കുന്ന പെണ്ണിൻ്റെ ചിത്രം അച്ചടി മഷിയുടെ കറുപ്പിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. നീയാന്നോടാ ഈ സാഹിത്യമൊക്കെ പടച്ചുവിടുന്നേ? പോലീസുകാരൻ ആൻറ്റോയുടെ താടിക്ക് തട്ടി. അല്ലെന്ന് ആൻറ്റോ ചുമൽ വെട്ടിച്ചു. വാ തുറന്ന് പറയടാ. പോലീസുകാരൻ ബൂട്ട് കൊണ്ട് നിലത്ത് ആഞ്ഞു ചവിട്ടി. നീയല്ലെങ്കിൽ പിന്നെ ആരാടാ? ഇവനാണോ? പോലീസുകാരൻ ചുമരോരം ചേർന്ന് തലകുനിച്ചിരിക്കുന്ന രാമവർമ്മയുടെ നേരെ തിരിഞ്ഞു. ഞങ്ങളല്ല, അയാളാ. ആൻറ്റോ എനിക്ക് നേരെ വിരൽ ചൂണ്ടി. ആഹാ, ഷേക്സ്പിയർ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ കണ്ടതുപോലെ പോലീസുകാരൻ എന്നെ അടിമുടിയൊന്ന് അളന്നു.
നിന്നെയൊക്കെ സമ്മതിക്കണം. എവിടുന്ന് കിട്ടുന്നടാ ഈ വാക്കുകളൊക്കെ? നിനക്കൊന്ന് അമ്മയും പെങ്ങന്മാരുമില്ലേ? തലയ്ക്കൊരു തട്ട് തന്ന് അപ്പോൾ അവിടേക്ക് കയറി വന്ന ഇൻസ്പെക്ടർക്ക് അയാൾ എന്നെ പരിചയപ്പെടുത്തി. സാറേ, ദേ ഇവനാ ഇവിടുത്തെ എഴുത്തച്ഛൻ. കൊടിമരം പോലെ 6 അടി ഉയരത്തിൽ നിന്ന ഇൻസ്പെക്ടർ സൂക്ഷ്മദർശിനിയിലൂടെ എന്ന വണ്ണം എന്നെ പരിശോധിച്ചു. നീ എന്തുവരെ പഠിച്ചതാടാ? എം.എ. റാസ്കൽ, എന്നിട്ടാണോ അക്ഷരത്തെ വ്യഭിചരിക്കുന്നേ? വലത്തെ ചെകിട്ടത്തൊരടി കിട്ടി ഞാൻ ഇടത്തേക്ക് ചെരിഞ്ഞു. നീ ഇതൊന്ന് വായിച്ചേ. പോലീസുകാരൻ എൻ്റെ നോവലിസ്റ്റിൻ്റെ കടലാസ് നീട്ടി. മഞ്ഞുപോലെ ഞാൻ അലിഞ്ഞു, നീരാവി പോലെ നീറി. വായിക്കടാ. പഠിച്ചുവിടാൻ നാണമില്ലെങ്കിൽ വായിക്കാനാണോ നാണം? വയറ്റുപിഴപ്പാണ് സാർ, ക്ഷമിക്കണം. ഞാൻ തൊഴുതു. അശ്ലീലം എഴുതുന്നതാണോടാ വയറ്റുപിഴപ്പ്? ഇതിൽ ഭേദം തെണ്ടാൻ പോകുന്നതാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇടത്തെ ചേട്ടത്തും തീപ്പാറി. കള്ളം പറയുന്നോ? സത്യമായാലും അറിയില്ലെന്ന് കവിൾ തടവി ഞാൻ ആണയിട്ടു. എന്നിട്ടും രാവിലെ കൃത്യമായും പ്രസ്സിലെത്താറുള്ള പണിക്കർ സാർ ഇന്ന് എവിടെ പോയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ പോലീസ് എത്തുമെന്ന വിവരം ചോർന്ന് കിട്ടിയിട്ടുണ്ടാകും. എല്ലാത്തിനും പൊക്ക്. കെട്ടും കിടക്കാമല്ല അവന്മാരെ കൊണ്ട് തന്നെ ചുമപ്പിച്ചോ. കുറേ കാലം ഉണ്ടേ തിന്ന് കിടക്കാനുള്ള വകുപ്പുണ്ടല്ലോ മക്കളെ. വാ. കുറേ തവണ എന്നെ വെട്ടിച്ച് രക്ഷപ്പെട്ടതാ നിന്റെ മുതലാളി. ഇത്തവണ അയാൾ ഊരുന്നത് എനിക്കൊന്ന് കാണണം. അദൃശ്യരായ കാണികൾക്ക് വേണ്ടി ഇൻസ്പെക്ടർ നാടകത്തിൽ എന്ന പോലെ വടിവത്ത ഡയലോഗ് ഉരുട്ടു. പ്രസ്സിന് പുറത്ത് ചെറിയൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. ലക്ഷ്മി ഹോട്ടലിലെ വിളമ്പുകാരും പലചരക്ക് കടയിലെ കണക്കെഴുത്തുകാരനുമൊക്കെ അക്കൂട്ടത്തിലുണ്ടെന്ന് കണ്ട് എൻ്റെ തല താഴേക്കൊടിഞ്ഞു. ഞാൻ അഡ്വക്കേറ്റ് അജയൻ കുരുവേലി. കയ്യിൽ കറുത്ത കോട്ട് തൂക്കിയ തടിച്ച മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തി. സിനിമ കണ്ട് നിലക്കടലെ കുറിച്ചിരിക്കുന്ന മുഖമായിരുന്നു അയാൾക്ക്. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ട്. ഞാൻ കേശവേന്ദ്രനെ ജാമ്യത്തിലിറക്കാൻ വന്നതാണ്. പണിക്കർ സാർ പറഞ്ഞിട്ടാണോ? അർത്ഥമില്ലാത്ത ചോദ്യമെന്ന് ചിരി കൊണ്ട് പരിഹസിച്ച് അയാൾ കുറെ കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. മുതലാളിയെ എത്ര നാളായി അറിയാം? 1 വർഷം, 2 വർഷം? എനിക്ക് അയാളെ 20 വർഷമായി അറിയാം. ഞാൻ അറിയുന്ന സോമനാഥ പണിക്കർ ഒരിക്കലും നിങ്ങളെ ജാമ്യത്തിലിറക്കില്ല. കാരണം നിങ്ങളും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആശയക്കുഴപ്പത്തെ ഞാൻ ചുമരിൽ തടവി പരുവപ്പെടുത്തി. ആ പ്രസ് പോലും അയാളുടെ പേരിലല്ല മിസ്റ്റർ. ബാങ്ക് അക്കൗണ്ടുകൾ പലതും വ്യാജ പേരിൽ. നിങ്ങളുടെ സഹപ്രവർത്തകൻ സദാശിവൻ്റെ പേരിൽ പോലുമുണ്ട്. പോലീസുകാരൻ വിളിച്ചപ്പോൾ വക്കീൽ അകത്തേക്ക് പോയി. അഡ്വക്കേറ്റ് അജയൻ കുരുവേലിക്ക് ലഭിച്ച ആദരവ് പോലീസ് സ്റ്റേഷനിലെ നടപടികൾ ലഘൂകരിച്ചു. റെയ്ഡ് നടത്തി പിടിപ്പിക്കുന്നവർ തന്നെ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയാൽ എന്തു ചെയ്യും? ഒപ്പുവയ്ക്കുമ്പോൾ ഇൻസ്പെക്ടർ ചോദിച്ചത് കേട്ട് ഉള്ളിൽ വെള്ളിടി വെട്ടി. ആൻഡോയും വർമ്മയെയും ജാമ്യത്തിലെടുത്തില്ല എന്നതും പിന്നീടാണ് ശ്രദ്ധിച്ചത്. എന്താണ് ഇയാൾക്ക് എന്നോട് മാത്രം ഇത്ര താല്പര്യം? ആരാണ് ഇയാളെ പറഞ്ഞു വെച്ചത്? ഇരിക്കെ. പുറത്തെ ചായക്കടയിൽ കസേര നീക്കിയിടുമ്പോൾ വക്കീൽ മുഖത്തു നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി. നിങ്ങളെപ്പോലെ പഠിപ്പും വിവരമുള്ളവർ ഇത്തരം ചുറ്റുപാടിൽ വന്നുപെടുന്നത് കഷ്ടമാണ്. ഭാവി തലമുറയെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിയമവ്യവസ്ഥയെ ആണ് വെല്ലുവിളിക്കുന്നത്, വക്കീൽ പറഞ്ഞു. പ്രതികളെ ജാമ്യത്തിലിറക്കുമ്പോഴും നിയമവ്യവസ്ഥ വെല്ലുവിളിക്കപ്പെടുക തന്നെയാണ്, ഞാൻ ചിരിയോടെ പറഞ്ഞു. ചിരി കൊണ്ട് വലിച്ചു കെട്ടാവുന്നതല്ല അടുപ്പം എന്നോർമ്മിപ്പിച്ച് ആ മുഖം ചുളിഞ്ഞു. എന്നെ ശത്രുവിനെ പോലെ കാണേണ്ടതില്ല. എന്തുകൊണ്ടാണ് എന്നെ മാത്രം ജാമ്യത്തിലിറക്കിയത് എന്നറിയുന്നതുവരെ മിത്രവുമല്ല, പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ റെയ്ഡ് നടത്തിച്ച സ്ഥിതിക്ക്. കോടതിയിലെത്തിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നഗരത്തിൽ നിന്ന് ഇത്തരം അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്നതായി ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയും മുൻപ് പരാതി നൽകിയിരുന്നു. ഓ, അത് പറഞ്ഞില്ലല്ലോ. മുന്നേറ്റം എന്ന വനിതാ വിമോചന പ്രവർത്തക സംഘടനയുടെ ലീഗൽ അഡ്വൈസറാണ് ഞാൻ. ചായയുമായി സപ്ലയർ എത്തിയപ്പോൾ അയാൾ നിശബ്ദനായി. എനിക്കറിയാം നിങ്ങൾ ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ലാഞ്ഞ് പ്രസ്സിൽ എത്തിപ്പെട്ടതാണെന്ന്. തൽക്കാലം മറ്റൊരു പ്രസ്സിൽ ഞാൻ ജോലി ഏർപ്പെടാക്കാം. ശമ്പളം ഇത്തിരി കുറവായിരിക്കും. സംശയക്കടൽ ഉള്ളിൽ ഇരമ്പി. അവ നെറ്റിയിൽ തിരമാല ചുളിവുകൾ നിരത്തി. ഇത്ര അനുകമ്പ കാണിക്കാൻ എന്നെ മുൻപ് പരിചയമുണ്ടോ? ഭൂമിയോട് കിന്നാര പറയുന്ന മട്ടിൽ അയാൾ തെല്ലുനേരം തലകുനിച്ചിരുന്നു. നോക്കൂ. വക്കീൽ എൻ്റെ കയ്യിൽ തൊട്ടു. സാലിയുടെ സുഹൃത്താണ് ഞാൻ. ഞങ്ങൾ ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓ, എൻ്റെ ചുണ്ടു കോടി. കുടിച്ച ചായ തുപ്പിക്കളയാൻ മനസ്സ് വാഷ് ബേസിനരിലേക്ക് ഓടി. അവളുടെ കാരുണ്യത്തിൽ എനിക്ക് ജാമ്യം വേണ്ട. മേശയിൽ മുഷ്ടി ചുരുട്ടിയിടിച്ച് ഞാൻ നിലപാട് വ്യക്തമാക്കി. നിങ്ങളിങ്ങനെ സില്ലിയാകരുത്. അതെ, ഞാൻ സില്ലിയാണ്. സുഹൃത്തേ, ഇത് വല്ലാത്ത കേസാണ്. എത്ര കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? കേസിന് എത്ര പണം മുടക്കേണ്ടി വരുമെന്നറിയാമോ? വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടും. പക്ഷേ അത് അവിടെ ജോലി ചെയ്യുന്ന പാവം മനുഷ്യരെ പട്ടിണിക്കിടാനല്ല. എങ്കിൽ മറ്റു 2 പേരെ കൂടി ജാമ്യത്തിൽ ഇറക്കാഞ്ഞതെന്ത്? അതിനുള്ള ഏർപ്പാട് ഉടനുണ്ടാകും. ഞാൻ ആ പ്രസ്സിൽ ജോലി ചെയ്യുന്നതറിഞ്ഞിട്ടാണോ നിങ്ങൾ പരാതി കൊടുത്തത്? സത്യം പറയൂ. കഷ്ടം. റെയ്ഡ് നടന്നു കഴിഞ്ഞാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന കാര്യം സാലി പറഞ്ഞത്. അതാണ് ഓടി വന്നത്. വിശ്വാസമില്ലാതെ ഞാൻ മുഖം വെട്ടിച്ചു. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ഞാനും സാലിയും ഉടനെ വിവാഹിതരാകാൻ പോവുകയാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പോലെ ഉള്ളിൽ എന്തോ തകിടം മറിഞ്ഞു.
തങ്കമ്മ ആൻറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹമോചന കടലാസിൽ ഒപ്പിട്ടുകൊടുത്ത നിമിഷത്തെ ഞാൻ മനസ്സിൽ ശപിച്ചു. എന്തിൽ നിന്ന് മുഖം തിരിക്കുന്നുവോ അതിലേക്ക് ജീവിതത്തെ പിടിച്ചടുപ്പിക്കാൻ കാലത്തിന് പ്രത്യേക വാശിയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അജയൻ കുരുവേലിയുമായി മുഷിഞ്ഞ് സംസാരിച്ച് 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അയാൾക്ക് മുന്നിൽ ചെല്ലേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഷെരീഫ് വന്നിട്ടുണ്ടെന്നറിഞ്ഞതിനാൽ സിത്താരയെ കാണാനും വിളിക്കാനും പറ്റാതെ എങ്ങനെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് കാത്ത ഒരു കത്തുമായി എത്തിയത്. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ആൻറ്റിയെ ഒപ്പിട്ട് വാങ്ങിയത്. പൊട്ടിച്ചു നോക്കുമ്പോൾ സർക്കാർ സർവീസിൽ LD ക്ലർക്കായി നിയമനം ലഭിച്ചിട്ടുള്ള ഉത്തരവാണ്. സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാകുന്നതിന് മുമ്പ് കേസിൽ നിന്ന് തലയുരിയേ പറ്റൂ. അങ്ങനെയാണ് വക്കീലിന് മുന്നിൽ പിന്നെയും എത്തിപ്പെട്ടത്. പലതവണ വിളിച്ചിട്ടും അയാളെ കിട്ടിയില്ല. മുന്നേറ്റത്തിൻ്റെ യോഗ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഇത്തിരി മുൻപ് പോയല്ലോ എന്ന പതിവ് പല്ലവി. ഒടുവിൽ പുത്തൻ തെരുവിനു പിന്നിലെ അയാളുടെ വീട് കണ്ടുപിടിച്ചു. സാലിയെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ളതിനാൽ അങ്ങോട്ട് ചെന്ന് കയറാൻ പിന്നെയും മടിച്ചു. പക്ഷേ സമയമില്ല. എങ്ങനെയും കാര്യം നടത്തിയെടുത്തേ പറ്റൂ. തിളയ്ക്കുന്ന ഉച്ചവെയിലിൽ വിയർത്തു കുളിച്ച് കടലാസ് ചെടികൾ നിരത്തിലേക്ക് തലയെത്തിച്ചു നോക്കുന്ന വീടിൻ്റെ പടി കടന്നപ്പോൾ പുരാതനമായൊരു ഗുഹാകവാടം കടന്നുപോലെ തോന്നി. വാതിൽ തുറന്നത് സാലി തന്നെയായിരുന്നു. നിറവയറുമായി ആയാസപ്പെട്ടാണ് അവൾ നിന്നത്. നടുങ്ങിയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. വക്കീലില്ലേ? അപരിചിതയോടെന്ന പോലെ ചോദിച്ചു. നട്ടുച്ചയ്ക്ക ഇവിടെ ഒരാളുടെ കുളി. കയറി ഇരിക്കൂ. ചുമലിലെ തോർത്തുകൊണ്ട് അവൾ കസേരയിലെ പൊടി തട്ടി. 2 പ്ലാസ്റ്റിക് കസേരകൾ, ഒരു ചെറിയ മേശ, കാലുടിഞ്ഞ ഒരു പുസ്തക അലമാര. ആർഭടമല്ല, പരാധീന കഥകളാണ് കണ്ണിൽപ്പെട്ടതെല്ലാം. സാലിയിലേക്ക് ചെല്ലാതെ കണ്ണുകളെ പിന്നെയും പല ദിക്കിലേക്ക് പറഞ്ഞയച്ചു. കുടിക്കാനെന്താ? സംഭാരം എടുക്കട്ടെ? ദാഹിച്ചു വലകിയായിട്ടും വേണ്ടെന്ന് പറഞ്ഞു. ജോലി പോയല്ലേ? അജയൻ പറഞ്ഞു. അല്ലെങ്കിലും കേശവേന്ദ്രന് ചേരുന്ന ജോലിയായിരുന്നില്ല അത്. തല കുനിച്ചിരുന്നു. മനസ്സാണ് ശരീരത്തിലെ ഭാരമുള്ള അവയവമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. തങ്കമ്മയാൻറ്റി? പതിവ് പോലെ നിറവയറുമായി സാലി മുറിയുടെ 2 ചാൽ നടന്നു. ഗർഭാലസ്യം അവളുടെ കണ്ണുകളെ കുഴിയിലേക്ക് തള്ളിയിട്ടിരുന്നു. ചുണ്ടുകൾ കറുത്തു വലിഞ്ഞിരിക്കുന്നു. മുൻവശത്ത് കുടുക്കുകളുള്ള നൈറ്റിക്കുള്ളിൽ വയർ വലിഞ്ഞു മുറുകുന്നു. ഇതെത്രയാ മാസം? ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലാന്ന് കൊണ്ട് മാത്രം അന്വേഷിച്ചതാണ്. അവൾ വയറ് തടവി ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് വക്കീലെത്തി. പൂമുഖത്ത് ചിലന്തി വല കണ്ടതുപോലെ മുഖം ചുളിഞ്ഞെങ്കിലും ഒരു ചിരി കൊണ്ട് അയാളത് മറച്ചു. നനഞ്ഞ തോർത്ത് സാലിയെ ഏൽപ്പിച്ച് വക്കീൽ എനിക്കെതിരെ ഇരുന്നു. പ്രയാസമാണ്. കാര്യമറിഞ്ഞപ്പോൾ അയാൾ ചിന്താഭരിതനായി. പക്ഷേ പേടിക്കണ്ട, സർക്കാർ ജോലിയുടെ കാര്യമായതിനാൽ കോടതി അനുഭാവം കാട്ടാതിരിക്കില്ല. മനഃപൂർവ്വം ഒരാളെയും കോടതി ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് നോക്കാം. അല്ലെങ്കിലും കേസിൽ കിട്ടേണ്ടവരെ കിട്ടിയതുമില്ലല്ലോ. ഒരു പക്ഷേ എഴുതി തരൂ. ഡീറ്റെയിൽസ് എല്ലാം വേണം. ഞാൻ എഴുതി കൊണ്ടുവരാം. അങ്ങനെ എഴുതിയാൽ ശരിയാവില്ല. ഞാൻ സഹായിക്കാം. കൈയോടെ എഴുതിക്കോളൂ. വക്കീൽ പുസ്തക അലമാരയുടെ മുകളിൽ നിന്ന് കടലാസും പേനയും എടുത്തു. ഊണ് കഴിച്ചിട്ട് പോരെ ഇനി എഴുത്തൊക്കെ? വാതിക്കൽ നിന്ന് സാലിക്ക് തച്ചു. അയ്യോ വേണ്ട, നിങ്ങൾ കഴിക്കേ. ഞാൻ ഒഴിഞ്ഞു മാറി. അതെന്താ? നട്ടുച്ചയ്ക്ക് കയറി വന്നിട്ട് ഊണ് കഴിക്കാതെ പോയാലെങ്ങനെയാ? വക്കീൽ ചൊടിച്ചു. സാലിക്ക് വയ്യാതെ? ഞാൻ പിറുപിറുത്തു. അടുക്കളയിൽ സഹായത്തിന് ആളുണ്ട്, അയാൾ പറഞ്ഞു. ഇരട്ട കുട്ടികളാണ്, അതാ ഇത്ര ക്ഷീണം. കുട്ടികൾ ഉടനെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അവൾക്ക് നിർബന്ധം. ഊണുമുറിയിലേക്ക് നടക്കുമ്പോൾ വക്കീൽ കാതിൽ പറഞ്ഞു. തീൻമേശയ്ക്ക് ചുറ്റുമിരിക്കുമ്പോൾ ശവസംസ്കാര ചടങ്ങിലെ മൗന പ്രാർത്ഥനയിലെന്ന് തോന്നി. അടുപ്പുകല്ല് പോലെ 3 പേർ, 3 തരം മനോവിചാരങ്ങളിൽ 3 ദിശകളിലേക്കുള്ള സഞ്ചാരം, അല്ലെങ്കിൽ ഒരേ ദിശയിലേക്ക് 3 തോണികളിൽ. സന്ദർഭത്തെ ലാളിത്യം കൊണ്ട് പുതപ്പിക്കാൻ വക്കീൽ തമാശയെന്ന് സ്വയം കരുതുന്ന എന്തൊക്കെയോ തട്ടിവിടുന്നുണ്ടായിരുന്നു. ഞാനും സാലിയും മുഖത്തോട് മുഖം നോക്കാതിരിക്കാൻ ശ്രമിച്ചു. പാത്രം നീക്കി വയ്ക്കുമ്പോഴും കറി വിളമ്പുമ്പോഴും അറിയാതെ അവളുടെ കയ്യിൽ തൊട്ടപ്പോൾ ഷോക്കടിച്ചതുപോലെ ഞാൻ വിറച്ചു. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ വക്കീൽ വഴിയുടെ തിരുവോളം വന്നു. വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയായി നടക്കും. അയാൾ ചുമലിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. അർഹതപ്പെട്ടതാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടും. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ചിലർ വിധി എന്നൊക്കെ പറയും. കണ്ടില്ലേ, വിവാഹം വേണ്ടെന്ന് പണ്ടേ തീരുമാനിച്ച എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു തരത്തിലും കുടുംബജീവിതത്തിന് തയ്യാറെടുത്തിരുന്നില്ല. വിവാഹം നടക്കുമ്പോൾ വീടിൻ്റെ കോലം തന്നെ ശ്രദ്ധിച്ചില്ലേ? സാമൂഹിക പ്രവർത്തനവും കൊണ്ട് നടന്നതല്ലാതെ വീട്ടുകാര്യമൊന്നും നോക്കിയില്ല. പക്ഷേ ഒന്നുണ്ട് കേട്ടോ, സാലിയെ പോലൊരു പെണ്ണിനെ എനിക്കായി കാലം കാത്തു വച്ചിരുന്നതിന് എന്തൊരു കരുതലും സ്നേഹവുമാണ് അവൾക്ക്. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അവളെ കണ്ണീര് കുടിപ്പിച്ച നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. പക്ഷേ ഒരു വിധത്തിൽ അതെനിക്ക് നന്നായി. അവൾ വന്നതോടെയാണ് എൻ്റെ ജീവിതം മാറിയത്. അതിന് നന്ദിയുണ്ട്. ചുമലിലെ കൈ അടർത്തി മാറ്റി ഞാൻ നടന്നു. ഭീമൻ മഞ്ഞുമല കണ്ട കപ്പലിൻ്റെ ഭീതി സിത്താരയുടെ കണ്ണുകളിൽ ഓളം വെട്ടി. അവൾ വിരലുകളിൽ ഞൊട്ടയിട്ടു. ചുണ്ടുകടിച്ച് ചമിപ്പിച്ചു. തലക്കുടഞ്ഞു. പിന്നെ പറഞ്ഞു, ഇല്ല കേശു, നടക്കില്ല. എന്നെക്കൊണ്ട് പറ്റില്ല. പ്രഷർ കുക്കർ പോലെ നെഞ്ച് കൂക്കി വിളിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കൂ. കേസിൻ്റെ നൂലാമാലകളെല്ലാം തീർന്നു. ഇനി എനിക്ക് പോസ്റ്റിംഗ് ആവും. എവിടെ നിയമനം കിട്ടിയാലും അവിടെ ഒരു വീടെടുക്കാം. നമുക്ക് ഒരുമിച്ച് സുഖമായി കഴിയാം. ഒരിക്കൽ കൂടി ഞാൻ അനുനയിപ്പിച്ചു. കുട്ടികളോ? അവർ ഹോസ്റ്റലിലല്ലേ? പഠനം കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാമെന്ന് എത്ര തവണ പറഞ്ഞു. ഇല്ല കേശു, എനിക്ക് വയ്യ.
ഞാൻ അവളുടെ കൈപ്പടം കയ്യിലെടുത്തു. എൻ്റെ മുഖത്തേക്ക് നോക്കൂ പ്ലീസ്. നനഞ്ഞ കണ്ണുകളിൽ മഴക്കൊണ്ട ക്രിസ്മസ് വിളക്കുകളിൽ നിന്നെന്ന പോലെ പ്രകാശം ചിതറി. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ലേ? എന്തൊരു ചോദ്യമത്. അവൾ കൈ വലിച്ചെടുത്തു. പിന്നെന്താ എൻ്റെ കൂടെ വന്നാൽ? കേൾക്കുന്നവരെന്ത് പറയും? 2 കുട്ടികളെ കളഞ്ഞിട്ട് അവൾ കണ്ടവൻ്റെ കൂടെ പോയിരിക്കുന്നുവെന്ന് അല്ലേ? നാട്ടുകാർ തോന്നുന്നു പറയട്ടെ, നമുക്കെന്താ? നിനക്കത് പറയാം. ഞാനൊരു പെണ്ണാണ്. ഇക്കാര്യത്തിൽ പെണ്ണെന്നും ആണെന്നും ഭേദമില്ല. ഈ ലോകത്തെ 2 മനുഷ്യർ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കരുതിയാൽ മതി. എഴുത്തുകാരന് അങ്ങനെ പലതും പറയാം. എന്താണ് തടസ്സമെന്ന് പറയൂ. ഷെരീഫിനെ പേടിച്ചാണോ? ആദ്യം നീ ഡൈവോഴ്സിനുള്ള പേപ്പർ അയക്കൂ. ലീഗലായി പിരിഞ്ഞിട്ട് മതി. ഞാൻ തിരക്ക് കൂട്ടുന്നില്ല. പക്ഷേ നീ ഇപ്പോൾ തീരുമാനം തീർത്തു പറയണം. എനിക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. സിത്താര വീണ്ടും വിരൽ ഞൊട്ടകളെ കൂട്ടുപിടിച്ചു. നിനക്കെന്നെ അതോ മടുത്തോ? സത്യം പറയൂ. ഞാൻ വീണ്ടും അവളുടെ കൈപ്പടത്തെ താലോലിച്ചു. വേണ്ടാത്തത് പറയാതിരിക്കൂ. പിന്നെ എന്നെ വിശ്വാസമില്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഭൂമിയിൽ ഒന്നിനെയും സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. പക്ഷേ എന്താണ് പക്ഷേ? ചോദിക്കുമ്പോൾ ദേഷ്യം തോന്നരുത്. ചോദിക്കൂ. സാലിയെയും നീ പ്രണയിച്ച് കെട്ടിയതല്ലേ? എന്നിട്ടും ഉപേക്ഷിച്ചില്ലേ? തല ഉയർത്തിപ്പിടിക്കാൻ ഞാൻ പണിപ്പെട്ടു. നാളെ നീ എന്നെയും ഉപേക്ഷിച്ച് പോവില്ലെന്നതിന് എന്താ ഉറപ്പ്? മനസ്സ് പൊടുന്നനെ ശൂന്യമായി. അവസാനത്തെ നക്ഷത്രങ്ങളും അസ്തമിച്ച് ആകാശം ഇരുട്ടിൽ മുങ്ങി. മരുഭൂമിയിലെന്ന പോലെ കാതിൽ കാറ്റുമൂളി. അങ്ങനെയാണോ നീ കരുതുന്നത്? എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തല കുനിച്ചിരുന്നു. വാവിട്ട് കരഞ്ഞു. ഛേ, എന്താ ഇത്? നീ ഒരാണല്ലേ? സിത്താര എൻ്റെ ചുമലിൽ ഇടിച്ചു. നിനക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഞാനൊരു പെണ്ണാണ്, അമ്മയാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ വളരുകയാണ്. നമ്മുടെ സ്നേഹം ഇതുപോലെ എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇത്തവണ വന്നപ്പോൾ ഷെരീഫിൻ്റെ പെരുമാറ്റത്തിൽ ആകെ ഒരു പന്തിക്കേട് തോന്നി. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അയാൾ അറിഞ്ഞാൽ തീർന്നു. നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഓ, ഇപ്പോൾ ഞാൻ നിനക്കൊരു ബാധ്യതയുമായോ? എന്നല്ല, ബാധ്യതയായി മാറരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ശരി, ഇനി ഷെരീഫ് എല്ലാം അറിഞ്ഞു എന്ന് തന്നെ വയ്ക്കുക. ആരുമറിയാതെ അയാൾ ഒരു ഓഫർ വയ്ക്കുന്നു എന്നും കരുതൂ. നിനക്ക് ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന്. നീ ആരെ തിരഞ്ഞെടുക്കും? എന്തൊരു ചോദ്യമാണ് കേശു. ഉത്തരം പറയൂ. നിനക്കറിയില്ലേ? അതുമതി, ഞാൻ നിശ്വസിച്ചു. കാട്ടിലെ ഏറ്റവും ഗാംഭീര്യമുള്ള മൃഗം കടുവയാണെന്ന് ഞാൻ പറയും. ശ്രദ്ധിച്ചിട്ടില്ലേ? വെയിലടിക്കുമ്പോൾ സ്വർണ്ണം പോലെ തിളങ്ങുന്ന അതിൻ്റെ നിറം. കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സിംഹത്തിനുണ്ടോ അത്? ഏത് മൃഗത്തിനുണ്ട് ആ ചൊടിയും ചുളയും, ആ ഭംഗിയും ശൗര്യവും കൂർമ്മബുദ്ധിയും? ഒരു കാട്ടിൽ കടുവുണ്ടെന്ന് പറഞ്ഞാൽ ആ കാട് എല്ലാം തികഞ്ഞതാണെന്നാണ് അർത്ഥം. കണ്ണിൽ കണ്ടിടത്തെല്ലാം ജീവിക്കുന്നവരല്ല കടുവകൾ. നല്ല ആഭിജാത്യമുള്ള ഇനം. കുടിക്കാൻ നല്ല വെള്ളം, ഓടിക്കളിക്കാൻ വിശാലമായ പുൽമേടുകൾ, നായാടി പിടിക്കാൻ വ്യത്യസ്ത ഇനം ഇരകൾ. എല്ലാം ഉള്ളിടത്തെ അവ കഴിയൂ. ഏകാഗ്രത എന്നാൽ എന്തെന്ന് കടുവയെ നോക്കി വേണം പഠിക്കാൻ. ചെറിയ ചലനം പോലും പിടിച്ചെടുക്കാൻ കാതുകൾ സദാ ഇളകിക്കൊണ്ടിരിക്കും. കാറ്റിൻ്റെ ദിശയറിഞ്ഞ് ഗന്ധം പിടിച്ചെടുക്കുന്ന മൂക്ക് ശത്രുവിനെയും മിത്രത്തെയും ദൂരെ നിന്നേ തിരിച്ചറിയും. ഏതുറക്കത്തിലും അവൻ ജാഗ്രതയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, സിംഹമല്ല, ഞാൻ കടുവയാണെന്ന്. നല്ല പത്തരമാറ്റുള്ള ഒന്നാന്തരം കടുവ. ഒരു വലിയ തവി ചിക്കൻ ബിരിയാണി കൂടി എൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി കനപ്പിച്ചെടുത്ത സ്വരത്തിൽ ഷെരീഫ് പറഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടിനു മേലേക്ക് വീണ് കിടക്കുന്ന കട്ടിമീശയ്ക്കും തല വെട്ടിത്തിരിച്ചുള്ള നോട്ടത്തിനും കടുവയുടെ ചായ തോന്നിയത് യാദൃശ്ചികമല്ലെന്ന് മനസ്സിലായി. സിത്താര പാത്രത്തിൽ തന്നെ മുഖം പൂഴ്ത്തി ചിരി അഭിനയിച്ചു. കുട്ടികൾ 2 പേരും ഒരേ സമയം ചിരിക്കുകയും മൂക്ക് ചൊറിയുകയും ചെയ്തു. യന്ത്ര മനുഷ്യരെ പോലെ പെരുമാറുന്ന അവരെ നോക്കിയിരിക്കുക കൗതുകകരമായിരുന്നു. 10 വയസ്സിൽ താഴെ പ്രായമേ ഉള്ളുവെങ്കിലും മുതിർന്നവരെ അനുകരിക്കുന്ന പെരുമാറ്റമായിരുന്നു. തലയിൽ വളഞ്ഞ ബോയും മുടിത്തുമ്പിൽ മുത്തുകൾ തുന്നിയ ബാൻഡും അണിഞ്ഞ് പാവക്കുട്ടികളെപ്പോലെ അവർ ഇരുന്നു. മൂത്തവൾ ചിരിച്ചപ്പോൾ അനിയത്തിയും ചിരിച്ചു. ഗൗരവം നടിച്ചപ്പോൾ അനിയത്തിയും മുഖം തുടിപ്പിച്ചു. ഷെരീഫ് ഭക്ഷണപാത്രം കയ്യിലെടുത്ത് തീന്മേശയ്ക്ക് ചരിഞ്ഞ് എന്നെ നോക്കിയിരുന്നു. മനുഷ്യരുടേതിനേക്കാൾ മൃഗങ്ങളുടേതുമായിട്ടായിരുന്നു അയാളുടെ ചലനങ്ങൾക്ക് സാമ്യം. സിത്താരയെ പരിചയപ്പെട്ടിട്ട് 4 വർഷമാകുന്നെങ്കിലും ആദ്യമായാണ് ഷെരീഫുമായി ഒത്തുകൂടുന്നത്. മുൻപ് ഒരിക്കലും അയാൾ എനിക്ക് കുറുകെ കയറി വന്നിട്ടില്ല. ഇടയ്ക്ക് 3 തവണ നാട്ടിൽ വന്നെങ്കിലും പെട്ടെന്ന് മടങ്ങി. മഴക്കാടുകൾ തേടിയുള്ള യാത്രകൾ, രാജസ്ഥാനിലും ഡൽഹിയിലും ഫോട്ടോ എക്സിബിഷൻ എന്നിങ്ങനെ ജീവിതം തിരക്കുകൾക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നല്ലോ അയാൾ. ഇത്തവണ വന്നത് ഊട്ടിയിൽ നിന്ന് കുട്ടികളെ കൂടി കൂട്ടിക്കൊണ്ടാണ്. വീട്ടിലേക്ക് വരൂ. കേട്ടതല്ലാതെ ഇതുവരെ കണ്ടില്ലല്ലോ. നല്ല ബിരിയാണി വെച്ച് തരാം. കുറേ കാട്ടുകഥകൾ പറയാം എന്ന് ഷെരീഫ് ക്ഷണിച്ചപ്പോൾ ഒട്ടും താല്പര്യം തോന്നിയില്ല. അവർ ഒരുമിച്ചിരിക്കുന്നതും ഇടപഴകുന്നതും കാണാൻ വയ്യ. പക്ഷേ അയാൾ നിർബന്ധിച്ചു. ഇത്രയും വലിയ സ്വീകരണമാണ് ഒരുക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മനുഷ്യത്വമില്ലാത്തവനെന്നും കാട്ടു മനുഷ്യനെന്നുമൊക്കെ സിത്താര പറഞ്ഞു കേട്ട് മനസ്സിൽ രൂപപ്പെട്ടു വന്നത് ഷെരീഫിൻ്റെ വേറൊരു രൂപമായിരുന്നു. ഇത് പക്ഷേ തികച്ചും ഭിന്നം. കഷണ്ടി തെളിയാൻ തുടങ്ങിയ ശിരസ് കുറിയതെങ്കിലും ബലിഷ്ഠമായ ഉടൻ. ക്യാമറ ബാഗുകൾ നിരന്തരം തൂക്കിയതിനാൽ കൂഞ്ഞി തുടങ്ങിയ ചുമലിനെ നേരെ നിർത്താൻ ശീലിച്ച ഞെളിയൽ. വാത്തോരാതെ കഥ പറയുകയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കാടിൻ്റെ ഭയപ്പെടുത്തുന്ന നിശബ്ദത പോലെ എന്തോ ഒന്ന് അയാളിൽ നിന്ന് പ്രസരിച്ചു.
സംഭാഷണമായാലും സൽക്കാരമായാലും അയാളിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി അയാൾ ബിരിയാണിയിലെ ഇറച്ചി കഷ്ണങ്ങളും കഥയും ഞങ്ങൾക്ക് പങ്കുവച്ചു. പാചകവും അയാളുടേതായിരുന്നു. ചടുലമായ കരചലനങ്ങൾ. കോഴിയെയും സവാളയെയും പച്ചമുളകിനെയും കൊത്തിയരിയുന്നത് ഞാൻ തെല്ല് ആദരവോടെ കണ്ടുനിന്നു. സിത്താര പതിവില്ലാതെ നിശബ്ദയായിരുന്നു. ചിരി അഭിനയിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയം ഓളം വെട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ പറയാൻ ആഗ്രഹിക്കുന്നെന്ന് കണ്ണുകൾ സൂചിപ്പിച്ചു. അത് എന്നെയും ചകിതനാക്കി. അല്ലെങ്കിൽ തന്നെ അവളുടെ ചെറിയ ഭാവപകർച്ച പോലും എന്നെ ഉലയ്ക്കുമായിരുന്നു. സത്യത്തിൽ സാലി പിരിഞ്ഞു പോയത് എന്നെ ബാധിച്ചതേയില്ല. അപ്പോഴേക്കും സിത്താര എന്നിൽ കാട്ടുമുല്ല പോലെ പടർന്നു കയറിയിരുന്നല്ലോ. അവളെ ഓർത്ത് ഉറങ്ങാൻ കിടക്കുകയും അവളെ ഓർത്ത് ഉണരുകയും ചെയ്യുന്ന ദിനങ്ങൾ. അവളുടെ ശബ്ദം കേട്ടാൽ അരിയുന്ന സങ്കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ജീവിതം ഞങ്ങൾ ആഘോഷമാക്കി. ഇടയ്ക്ക് എൻ്റെ വീട്ടിലും അവൾ വന്നു താമസിച്ചു. പ്രണയം പിഴിഞ്ഞെടുത്തതായിരുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും. ഇക്കാലം അത്രയും കാത്തിരുന്നത് ഇതുപോലൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾ പേർത്തും പറഞ്ഞു. അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവൾക്കും കഴിയാനാവാത്ത അവസ്ഥ. ഷെരീഫ് ഫോൺ ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമായിരുന്നു അവൾ മൂഡൌട്ടായിരുന്നത്. അത്തരം ദിവസങ്ങളിൽ അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ പണിപ്പെട്ടു. സങ്കടപ്പെടുത്താൻ വേണ്ടി എന്താണ് അയാൾ പറയുന്നതെന്ന് അവൾ ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. അതേപ്പറ്റി ചോദിക്കുമ്പോഴെല്ലാം അവൾ ചുണ്ടുകടി കൂട്ടിപ്പിടിച്ച് തല കുഞ്ചിരിക്കും. അത് കാണുമ്പോൾ എൻ്റെ സങ്കടം ഇരട്ടിക്കും. പിന്നീട് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് അവൾ ആണയിടും. എന്നെപ്പോലെ ആരും ഇന്നുവരെ അവളെ സ്നേഹിച്ചിട്ടില്ലെന്നും ഈ സ്നേഹം ഒരു കാലത്തും കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യരുതെന്നും അവൾ കെഞ്ചും. അതേപ്പറ്റി ഒരു കാലത്തും പേടി വേണ്ടെന്ന് ഞാൻ ഉറപ്പു നൽകും. ഷെരീഫ് നാട്ടിൽ വന്നപ്പോഴെല്ലാം ഞാൻ എരിപ്പൊരി സഞ്ചാരം കൊണ്ടു. ഒറ്റയ്ക്ക് കിടന്നിറങ്ങിയ രാത്രികളിൽ സിത്താരയെ അയാൾ തൊടുന്നതും ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ആലോചിച്ച് എൻ്റെ ചിന്തകൾ പൊള്ളി. അയാളുടെ ഫലിതം കേട്ട് അവൾ ചിരിക്കുന്നതും അവർ ഒരുമിച്ച് ഉറങ്ങുന്നതും ഓർത്ത് എൻ്റെ തല വെട്ടിപ്പിളർന്നു. ഷെരീഫുമായുള്ള ബന്ധം വിടുവിച്ച് അവളുമായി എവിടേക്കെങ്കിലും ഒളിച്ചോടുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഒന്നും വേണ്ട, അവൾ മാത്രം മതി ജീവിതത്തിൽ. അവൾക്ക് വേണ്ടി എന്തോ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കുട്ടികളുടെ കാര്യം ഓർത്തായിരുന്നു അവൾക്ക് പേടി. പ്രായത്തേക്കാൾ മനസ്സ് വളർന്ന അവർ തന്നെ വെറുക്കുമെന്ന് അവൾ ഭയന്നത് സ്വാഭാവികം. ഇത്തിരി സാലഡ് കൂടി. ഷെരീഫ് സ്പൂൺ കൊണ്ട് പാത്രത്തിൽ തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ ഞാൻ ഞെട്ടി. വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ സാലഡ് വിളമ്പി. കുട്ടികൾ കഴിച്ച് എഴുന്നേറ്റിരുന്നു. സിത്താര ഇപ്പോഴും കൊത്തിപ്പെറുക്കി ഇരിപ്പുണ്ട്. ഇവളെന്താ കാട്ടുനായ പോലെ ഇങ്ങനെ ഇരിക്കുന്നേ? ഷെരീഫ് സ്പൂൺ കൊണ്ട് സിത്താരയ്ക്ക് ഒരു തട്ട് കൊടുത്തു. കാട്ടുനായ ചിലപ്പോൾ ഇങ്ങനെയാണ്. എത്രയോ നേരം അനക്കമില്ലാതെ ഒരേ ദിക്കിലേക്ക് നോക്കിയിരിക്കും. ചത്തതാണെന്ന് നമ്മൾ കരുതും. ഷെരീഫ് ഫലിത ആസ്വദിച്ചുറക്കെ ചിരിച്ചു. കേശവേന്ദ്രൻ വിചാരിക്കും ഇയാൾക്ക് കാട്ടിലെ കാര്യമില്ലാതെ ഒന്നും പറയാനില്ലല്ലോ എന്ന്. സത്യമ, വർഷത്തിൽ മുക്കാലും കാട്ടിൽ തന്നെയല്ലേ? നാടിനേക്കാൾ നല്ലത് കാട് തന്നെയാ. കാടിനൊരു നീതിയുണ്ട്. ആരും അതിൽ ഇടപെടില്ല. ഒരിക്കൽ ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ കുളത്തിൽ പെട്ടുപോയ മാനിനെ വളഞ്ഞു. ഒരമ്മയും കുഞ്ഞുമായിരുന്നു അത്. അവ കരയ്ക്ക് കയറുന്നത് കാത്ത് നായ്ക്കൾ കാത്തിരുന്നു. നായ്ക്കളെ ഓടിക്കാൻ അമ്മ ചവിട്ടി വെള്ളം തിളപ്പിക്കും. പേടിച്ചു മാറുന്ന നായ്ക്കൾ വീണ്ടും ചുറ്റും കൂടും. അങ്ങനെ ഒരു പകൽ മുഴുവൻ അവ വെള്ളത്തിൽ നിന്നു. ഇരയുടെയും വിശപ്പിൻ്റെയും പ്രശ്നമാണ്. വേറൊരു കാട്ടുജന്തുവും ഇതിൽ ഇടപെടില്ല. അതാണ് കാടിൻ്റെ നിയമം. കടുവ പോലും. ഷെരീഫ് മീശ തടവി ഉറക്കെ ചിരിച്ചു. കാട് നേരും നെറിയുമുള്ളതാ. അവിടെ വക്കീലും ജാമ്യവും ജഡ്ജിയും ഒന്നുമില്ല. അവസാനത്തെ വാക്കുകൾക്ക് വല്ലാത്ത മുഴക്കമുണ്ടെന്ന് തോന്നി. സിത്താരയുടെ ചുണ്ട് വിറയ്ക്കുന്നത് കണ്ടു. അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ നിമിഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കുളത്തിൽ നിൽക്കുന്ന മാനിൻ്റെ ഉപമ എന്നെ ഉദ്ദേശിച്ചായിരുന്നോ എന്ന് ഞാൻ പേടിച്ചു. അയ്യോ 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 അയ്യോ, ഇന്നലെ ഈ നേരത്ത് കാട്ടുമേലെ അയ്യോ അയ്യോ അയ്യോ, ഒന്നാകം പാശത്താൽ വീശിനാൻ കാലൻ. താളത്തിൽ ചുവടുവെച്ച് ഷെരീഫ് പാടി. ബർമുടയ്ക്ക് താഴെ അയാളുടെ കാലിലൂടെ വിയർപ്പിൽ നനഞ്ഞ മസിൽ ഉരുണ്ട് കയറുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോഴുള്ള പതിഞ്ഞ ശബ്ദമായിരുന്നില്ല പാടുമ്പോൾ. തോൽപ്പറയിൽ നിന്ന് കാതിലേക്ക് ഇടിച്ചു കയറുന്ന പോലെ മുഴക്കമുള്ള സ്വരം. കേശവേന്ദ്രൻ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കാലൻ കോലത്തിലെയാ. ടീഷർട്ടിൻ്റെ കോളർ ഉയർത്തി കഴുത്തിലെ വിയർപ്പ് തുടച്ച് ഷെരീഫ് കസേരയിലിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് ഞങ്ങൾ സിത്താരയുടെ വീടിൻ്റെ ബാൽക്കണിയിൽ ഒത്തുകൂടിയതായിരുന്നു. ആദ്യം കുട്ടികൾ ഇംഗ്ലീഷിൽ കഥ പറഞ്ഞു. അടുത്തതായി ഞാൻ കഥയോ പാട്ടോ അവതരിപ്പിക്കണമെന്ന് ആയി. മടിച്ചപ്പോൾ എങ്കിൽ ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് ഷെരീഫ് തോർത്ത് തലയിൽ കെട്ടി ചുവട് വച്ച് തുടങ്ങുകയായിരുന്നു. ഇപ്പോഴാ ഓർത്തെ, നിങ്ങളുടെ പുതിയ നോവൽ എന്തായി? തോർത്തുകൊണ്ട് വിയർപ്പ് തുടയ്ക്കുന്നതിനിടയിൽ ഷെരീഫ് ആരാഞ്ഞു. സിത്താരയുടെ നോവൽ ഇറങ്ങിയല്ലോ, ഞാൻ ഓർമ്മിപ്പിച്ചു. അത് ഞാൻ കണ്ടല്ലോ. രണ്ടാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞിരുന്നു. പകുതിയായതേ ഉള്ളൂ. ഞാൻ തട്ടിവിട്ടു. സത്യത്തിൽ എഴുതാൻ തുടങ്ങിയതുപോലുമില്ലായിരുന്നു. എഴുതടി പെണ്ണേ, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? അയാൾ സിത്താരയുടെ താടിയിൽ തട്ടി കൊഞ്ചിച്ചു. അവൾ കൺകോണിലൂടെ എന്നെ നോക്കി കൈ തട്ടി മാറ്റി. നീ വലിയ കഥാകാരിയല്ലേ, ഒരു കഥ പറയും. അയാൾ സിത്താരയുടെ ചുമലിൽ കൈയിട്ടു. അയ്യേ, എന്തു കഥ? പാട്ടായാലോ? മമ്മി പാടണം പാടണം. പെൺകുട്ടികൾ കൈയടിച്ചു. എനിക്ക് വയ്യ, അതൊക്കില്ല. എല്ലാവരും എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്തേ പറ്റൂ. കേശവേന്ദ്രൻ്റേത് കഴിഞ്ഞിട്ട് മതി. എന്താ? ഷെരീഫ് എന്നെയും സിത്താരയെയും മാറി മാറി നോക്കി.
വിറയ്ക്കുന്ന സ്വരത്തിൽ ഞാനൊരു പാട്ട് പാടി. ഉദ്ദേശിച്ച ഈണമൊന്നുമല്ല പുറത്തു വന്നത്. എന്നിട്ടും ഷെരീഫ് ഗംഭീരമായെന്ന് പറഞ്ഞു കൈയടിച്ചു. ഇനി നീ. ഷെരീഫ് സിത്താരയെ ചൂണ്ടി. അവൾ വിയർത്തു. പാടിയേ പറ്റൂ, അല്ലെങ്കിൽ കഥ. അല്ലേ കേശവേന്ദ്ര? എനിക്ക് പാട്ടറിയില്ല. സിത്താര തലകുടഞ്ഞു. പാടണം പാടണം, കുട്ടികൾ അനുഷ്ഠാനം പോലെ ആവർത്തിച്ചു. പോയിനട പിള്ളേരെ. സിത്താര അവർക്ക് നേരെ കയ്യോങ്ങി. മക്കൾ പോയിക്കോ. ഷെരീഫ് കുട്ടികളുടെ തലയിൽ ഒരു ഉമ്മ കൊടുത്ത് അവരെ താഴേക്ക് പറഞ്ഞയച്ചു. ഞാനിപ്പോൾ വരാമേ. പെട്ടെന്നെന്തോ ഓർത്തുപോലെ അയാളും കുട്ടികളോടൊപ്പം പാട്ടും പാടി താഴേക്ക് പോയപ്പോൾ ലോകം ഞങ്ങളിലേക്ക് ചുരുങ്ങി. എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നാവ് പൊന്തിയില്ല. അവളാകട്ടെ ശിരസ്സുയർത്തി നോക്കാൻ പോലും അശക്തിയായിരുന്നു. തുടരെ ദീർഘനിശ്വാസം അയച്ച് ധൈര്യം സംഭരിച്ച് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും താഴെ നിന്ന് കനത്ത കാലച്ചകൾ പടികയറി വന്നു. ഇരട്ടക്കുഴൽ തോക്കിൻ്റെ മുനയാണ് ആദ്യം തലനീട്ടിയത്. എൻ്റെ ഉള്ളുകാളി. ഉപ്പുപുടയാണ്, പുത്തൻ പോലെയില്ലേ? തോക്കിൻ്റെ തുമ്പിൽ ഉമ്മ വെച്ച് ഷെരീഫ് ചോദിച്ചു. സിത്താരയുടെ മുഖം ചോര വാർന്നു വിളറി. കേശവേന്ദ്രൻ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഷെരീഫ് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ ചുമലനക്കി. തോക്കൊരു വലിയ സംഭവമാണ്. ഒറ്റ കണ്ണടച്ച് ഇതിലൂടെ നോക്കുമ്പോൾ കാണുന്നത് വേറൊരു ലോകമാണ്. ഇരയുടെ മുഖത്ത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു പേടിയുണ്ട്. വേട്ടയാടുന്നവരെ ഉന്മത്തരാക്കുന്നത് അതാണെന്നാണ് പറയുന്നത്. ടീപ്പോയിൽ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടി കശുവണ്ടി വാരി വായിലിട്ട് ഷെരീഫ് തോക്കിലൂടെ ദൂരേക്ക് ഉന്നം നോക്കി. ഉപ്പുപ്പയൊക്കെ വേട്ടയാടിക്കൊന്ന ജന്തുക്കളുടെ കടം തീരാന സത്യത്തിൽ ഞാൻ ക്യാമറയിൽ തൂക്കി കാട് കയറുന്നതെന്ന് ചിലർ പറയാറുണ്ട്. ശരിയായിരിക്കും. കാട്ടുമൃഗങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും വെടിവയ്ക്കാൻ തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാട്ടിലെ നീതിയെപ്പറ്റി. അവയെല്ലാം അത് അനുസരിക്കുന്നവരാണ്. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. ഓരോരുത്തരും അവനവൻ്റെ ശരിയും ചരിക്കേടുമോ നോക്കുന്നത്. നമ്മളെന്താ പറഞ്ഞു നിർത്തിയത്? ആ പാട്ട്. പാടുമോളെ. അയാൾ വീണ്ടും സിത്താരയുടെ നേരെ തിരിഞ്ഞു. അതിനിടെ ഒരു പിടി കശുവണ്ടി വാരി എനിക്ക് തന്നു. അല്ലെങ്കിൽ പാട്ട് വേണ്ട, കഥ മതി. കഥയെഴുത്തുകാരിയെ കൊണ്ട് പാടിക്കുന്നത് ശരിയല്ലല്ലോ. പെട്ടെന്നൊന്നും തോന്നുന്നില്ല. സിത്താരയുടെ ശബ്ദം വിറകൊണ്ടു. പിന്നെ നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? അയാൾ തോക്കിൻ കുഴൽ കൊണ്ട് അവളുടെ താടി ഉയർത്തി. ഇളനീല പൂക്കളുള്ള സാരിക്കും കടുനീല ബ്ലൗസിനും താഴെ നെഞ്ചു പിടച്ചു. അതിൻ്റെ വേഗം എനിക്ക് അളന്നെടുക്കാമായിരുന്നു. ചുമ്മാ. ഷെരീഫ് എന്നെ നോക്കി കണ്ണടച്ചു കാട്ടി. സിത്താരയെ ചേർത്ത് പിടിച്ചു. പൊട്ടിയാ, ഉള്ളു പൊള്ളയാ, എനിക്കറിയാം. അയാൾ അവളെ ചേർത്ത് നിർത്തി. ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഉമ്മ. ഞാൻ പുളഞ്ഞു. നിനക്ക് നാണമായോടേ? അയാൾ സിത്താരയുടെ താടി പിടിച്ചുയർത്തി. തല വെട്ടിച്ച് അവൾ അകന്നു മാറിയപ്പോൾ അയാൾ ബലമായി വലിച്ചടുപ്പിച്ച് ഒരു ഉമ്മ കൂടി കൊടുത്തു. തനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ കണ്ടിട്ട്? ഷെരീഫ് എനിക്ക് നേരെ തിരിഞ്ഞു. ചിരി അർത്ഥമില്ലാത്തൊരു വെള്ള വരയായി. ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ടോന്ന്? ഷെരീഫ് കണ്ണടച്ചു ചിരിച്ചു. ഛേ, തോന്നുന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ. ഷെരീഫ് പ്ലീസ്. ഞാൻ കൈക്കൂപ്പി. ഓ, മറ്റൊരാളുടെ ഭാര്യയെ എങ്ങനെ ഉമ്മ വയ്ക്കും അല്ലേ? ഷെരീഫ് അടുത്തേക്ക് വന്നു. അയാളുടെ മുഖം കടുവയുടേതുപോലെ ക്രൗര്യമാർന്നു. കറുത്ത മീശരോമങ്ങളിൽ നിന്ന് കണ്ണുകളിലേക്ക് കറുത്ത വരകൾ നീണ്ടു. തോക്കിൻ കുഴൽ എൻ്റെ നെഞ്ചിലമർന്നു. ഞാൻ കണ്ണടച്ചു. ഇരുട്ടിൽ കൊടുങ്കാട്ടിൻ്റെ നിശബ്ദത ഉടയുന്നത് ഞാൻ അറിഞ്ഞു. കടുവയുടെ വരവറിഞ്ഞ് കാടാകെ ഉണരുകയാണ്. കരിങ്കുരങ്ങുകൾ മരച്ചില്ലകളിൽ ഭീതിയോടെ ചാടുന്നു. ഈറ്റക്കാടുകൾ തകർത്ത് കാട്ടുപോത്ത് ഓടിമറയുന്നു. കാട്ടുകോഴികൾ നിർത്താതെ ചിലയ്ക്കുന്നു. ഉമ്മ വയ്ക്കാൻ മടി അല്ലേ? മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ കിടക്കാൻ നിനക്ക് മടിയൊന്നുമില്ല അല്ലേടാ? തോക്കിൻ കുഴൽ വീണ്ടും അമർന്നു. നിനക്ക് ഇവളുടെ കൂടെ പൊറുക്കണോ? സത്യം പറ. തൊണ്ടക്കുഴിയിലെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ കാലിൻ്റെ പെരുവിരലിൽ ഞാൻ പൊങ്ങി. അടിതൊടാതെ കിണറ്റിൽ തൊട്ടി തിരിയുന്നത് പോലെ തൊണ്ടക്കുഴിക്ക് ഇടയിലെങ്ങോ വികൃതമായൊരു ശബ്ദം ചുഴലി തിരിഞ്ഞ് അമങ്ങി. നീയല്ല. ആദ്യം അവൾ പറയട്ടെ. പറയടി മുത്തേ. നാവ് കൊണ്ട്. പക്ഷി ചിലയ്ക്കും പോലെ ഒരു ശബ്ദം കേൾപ്പിച്ച് ഷെരീഫ് വീണ്ടും സിത്താരയുടെ നേരെ തിരിഞ്ഞു. എന്തൊക്കെയാ ചോദിക്കുന്നേ? സിത്താരയുടെ കണ്ണു നിറഞ്ഞു. അയ്യോ കരയല്ലേടാ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ ഒരു ചൂട് പിന്നോക്കം മാറി കൈവീശി കർണത്തൊന്നു കൊടുത്തു. അഭിനയിക്കുന്നോടി, എണ്ണം കെട്ടവളെ. എൻ്റെ ഉടൽ മരവിച്ചു. മനസ്സ് എന്തൊക്കെയോ പിറുപിറുക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമല്ല. പക്ഷേ കാലും കൈയും ചലനം മറന്ന് നിശ്ചലമായി. നിനക്ക് വേണമെങ്കിൽ ഇവൻ്റെ കൂടെ പോകാം. എനിക്കൊരു തടസ്സവുമില്ല. പക്ഷേ ഇപ്പോൾ തുറന്നു പറയണം. സിത്താരയുടെ കണ്ണുകളിലേക്ക് നോക്കി കടുവ അലറി. കാര്യങ്ങൾ അനുകൂലമായി തിരിയുന്നതറിഞ്ഞ് ഒരു നിമിഷം എൻ്റെ ഉള്ളു തുടികൊട്ടി ഉണർന്നു. എന്നെ വിട്ട് ഒരു ജീവിതമില്ലെന്ന് സിത്താര 100 വട്ടം ആണയിടാറുള്ളതാണ്. അവൾ അത് തുറന്നു പറയേണ്ട നിമിഷം ഇതാ എത്തിയിരിക്കുന്നു. പറയടി. ഷെരീഫ് തോക്കിൻ്റെ പാത്തി കൊണ്ട് അവളുടെ നെഞ്ചത്ത് കുത്തി. ആരെ വേണമെന്ന് ഇപ്പോൾ തീരുമാനിക്കണം. എനിക്ക് നിങ്ങളും കുട്ടികളും മതി. വേറെ ആരും വേണ്ട. വേറൊന്നും വേണ്ട. സിത്താര പൊട്ടിക്കരഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. ഷെരീഫ് മീശ തടവി അഭിമാനത്തോടെ ചിരിച്ചു. എൻ്റെ നെഞ്ചിൽ വലിയൊരു കരിങ്കല്ല് വന്നു വീണു. കേട്ടില്ലേടാ പോടാ, നിന്നെ ഇവൾക്ക് വേണ്ടെന്ന്. ഇനി നീ എന്ത് ചെയ്യും? കടുവ വീണ്ടും എനിക്ക് മുന്നിൽ വന്നു നിന്നു. കോമ്പല്ലിൽ വെളിച്ചത്തിൻ്റെ മൂർച്ചത്തിളക്കം. മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന പോലെ അയാൾ എന്നെ നോക്കി. നാട് വിട്ടു പോയിക്കോണം. വിറ്റോ പെറുക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഒരാഴ്ച സമയം തരും, മനസ്സിലായോ? ഞാൻ തലകുലുക്കി. എങ്കിൽ പോയിക്കോ. വാതിൽക്കിലേക്ക് നടക്കാൻ തുടങ്ങിയ എന്നെ അയാൾ തോക്ക് നീട്ടി തടഞ്ഞു. എങ്ങോട്ടാ പോകുന്നേ? അതുവഴിയല്ല, ഇതിലെ.
അയാൾ ബാൽക്കണിയുടെ കൈവരിക്ക് താഴേക്ക് കൈ ചൂണ്ടി. ഇതിലെ ചാടിപ്പോകണം, പേടിക്കണ്ട. ഒരു നിലയുടെ മുകളിൽ നിന്ന് വീണാൽ കാലൊടിയുകയൊന്നുമില്ല. അയാൾ കസേര കൈവരിക്കരികിലേക്ക് നീക്കിയിട്ടു. ഉടലിൻ്റെ വിറ എൻ്റെ വിരൽ തുമ്പിലൂടെ വിയർപ്പായി ഒഴുകി. ഇവളെ കൊണ്ട് പറയിക്കണോ? വേണേൽ പറയിക്കാം, പറയടി. അയാൾക്ക് മരം പിടിച്ചുലയ്ക്കും പോലെ സിത്താരയെ കുലുക്കി. ഞാൻ കണ്ണടച്ചു, ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നെ കസേരയിലേക്ക് കയറി നിന്ന് രണ്ടും കൽപ്പിച്ച് താഴേക്ക് എടുത്ത് ചാടി. വെടിപൊട്ടിയത് മുകളിലോ നെഞ്ചിലോ തിട്ടമില്ല. ചെണ്ടമേളം മുറുകി. കുഴൽ ആഹ്ലാദത്തോടെ കൂവി. പണിക്കർ സാറും രാമവർമ്മയും ആൻ്റെയും സദാശിവനും ചേർന്ന് എന്നെ ഒരു പല്ലക്കിൽ എഴുന്നള്ളിക്കുകയായിരുന്നു. മുന്നിൽ ഇട്ടിച്ചാലിൽ അലക്സ് ചെണ്ടകൊട്ടി നടന്നു. വിശന്നമ്മാവനാണ് കുഴലൂതിയത്. അവർ എനിക്ക് മനസ്സിലാവാത്ത പ്രാകൃത ഭാഷയിൽ ഏതോ മന്ത്രം ഒരേ ഈണത്തിൽ ഉരുവിടുന്നുണ്ടായിരുന്നു. ചെണ്ടമേളം നിലച്ചപ്പോൾ പല്ലക്ക് നിന്നു. അപ്പോൾ തുടരെ കുഴൽ വിളിച്ച് വിശന്നമ്മാവൻ ഏതാനും നൃത്തച്ചുവടുകൾ വെച്ചു. വഴിയുടെ ഇരുവശങ്ങളിലും എനിക്ക് പരിചയമുള്ള ഒരുപാട് പേർ കാഴ്ച കാണാനെത്തിയിരുന്നു. പേരറിയാത്ത ബന്ധുക്കൾ, സ്കൂളിലും കോളേജിലും ഒപ്പം പഠിച്ചവർ, നിരത്തിലും ഹോട്ടലിലും വെച്ച് പരിചയപ്പെട്ടവർ, ഹരിശ്രീ പ്രിൻറ്റേഴ്സിൽ പല കാലങ്ങളിൽ കയറി ഇറങ്ങിയവർ, അങ്ങനെ ഒരുപാട് പേർ. വഴിയരികിലെ മാവിൻ തണലിൽ നിന്ന അമ്മമാർ ഒക്കത്തേന്തിയ കുഞ്ഞുങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാട്ടി കൊടുത്തു. തലയിൽ മന്ദാരപ്പൂക്കൾ തുന്നിയ കിരീടവും ഉടലിൽ തിളങ്ങുന്ന പട്ടുകുപ്പായവും അണിഞ്ഞ എന്നെ നോക്കി കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു. പൊടുന്നനെ ഒരു വെടി മുഴങ്ങി. അലക്സിൻ്റെ കയ്യിൽ നിന്ന് ചെണ്ട താഴെ വീണു. കുഴൽ വലിച്ചെറിഞ്ഞ് ചെറിയമ്മാവനാണ് ആദ്യം ഓടിയത്. പല്ലക്ക് നിലത്തിട്ട് പണിക്കർ സാറും രാമവർമ്മയും ആൻ്റെയും സദാശിവനും പിന്നാലെ മറഞ്ഞു. പക്ഷേ വഴിയരികിൽ നിന്ന് ആളുകൾ കാഴ്ച കണ്ട് രസിച്ച് കൈയടിക്കുകയായിരുന്നു. ചരിഞ്ഞു കിടന്ന പല്ലക്കിൽ നിന്നിറങ്ങാനാഞ്ഞ എനിക്ക് നേരെ പട്ടുശീലകൾ വകഞ്ഞുമാറ്റി തോക്കിൻ കുഴൽ നീണ്ടു. ഓടടാ, തുണി പറിച്ചെറിഞ്ഞ് ഓടടാ. കടുവയുടെ മുഖംമൂടിയും ഉടൽ ചായവും അണിഞ്ഞിട്ടും ശബ്ദം ഷെരീഫിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ദയനീയമായി കൈകൾ തൊഴുതു പിടിച്ചു. അവൻ്റെ ഒരു കിരീടം കുപ്പായോ? തോക്കിൻ്റെ തുമ്പുകൊണ്ട് ഷെരീഫ് എൻ്റെ കിരീടം തട്ടിയെറിഞ്ഞു. ഊരട കുപ്പായം, ഷെരീഫ് അലറി. ചെവിക്ക് തൊട്ടരികിൽ ഒരു വെടി കൂടി മുഴങ്ങി. ഞാൻ ഇറങ്ങി ഓടി. വഴിയോരത്ത് നിന്ന് ഇരട്ട കുഞ്ഞുങ്ങളെ ഒക്കത്തേന്തിയ ഒരമ്മ എനിക്ക് നേരെ നോട്ടം കൊണ്ട് വരച്ച് കുട്ടികളോട് പറയുന്നു. ദോ കണ്ടോ? കാഴ്ചക്കാർ അപ്പാടെ വിരൽ ചൂണ്ടി ആർത്തു ചിരിച്ചു. വിയർപ്പിൽ കുളിച്ച് ഞാൻ ഞെട്ടിയുണർന്നു. ഉച്ചച്ചൂടിൻ്റെ പുഴുക്കം നിറഞ്ഞ എൻ്റെ വീട്ടിലെ മുറി പതിയെ തെളിഞ്ഞു വന്നു. മുകളിൽ തിരിയുന്ന പങ്കയുടെ മുട്ടിൽ എൻ്റെ മുഖം വലിഞ്ഞു നീണ്ടു. ദേ കണ്ടോ? വീണ്ടും അതേ ശബ്ദം. ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ജനാലയ്ക്കപ്പുറം കാത്ത ഇരു കൈകളിലും ഓരോ കുഞ്ഞുങ്ങളുമായി എനിക്ക് നേരെ നോട്ടമെറിഞ്ഞു നിൽക്കുന്നു. ദോ കണ്ടോ? ശരിക്ക് കണ്ടോ? അവർ കുഞ്ഞുങ്ങൾക്ക് എന്നെ കാട്ടിക്കൊടുത്തു. ആരേത്? ഞാൻ എഴുന്നേറ്റു. ഇത് അഗത, മറ്റേത് അനസു. ഇടത്തേക്കും വലത്തേക്കും തലതിരിച്ച് കാത്ത പരിചയപ്പെടുത്തി. കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ അവരെ നോക്കി കണ്ണു മുഴുപ്പിച്ചു കാട്ടി. ആരുടെ കുട്ടികളെ ഇത്? ഞാൻ കാത്തയോട് ചോദിച്ചു. കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഇരട്ടകളാണെന്ന് മനസ്സിലായി. ആരുടെയും ചായ തോന്നുന്നില്ലേ? സൂക്ഷിച്ചു നോക്കി. വട്ടമുഖം, തിളങ്ങുന്ന കണ്ണുകൾ, പുഞ്ചിരി ഒഴുകുന്ന ചുണ്ടുകൾ. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ നോക്കി ചായ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? സാലിയുടെ പിള്ളേരാ. വാക്കുകളിൽ മുള്ളുള്ള ഈണം ഘടിപ്പിക്കാൻ കാത്ത മറന്നില്ല. സാലിയുടെ എവിടെ? അവൾ അപ്പുറത്തുണ്ട്. പിള്ളേരെ ആൻറ്റിയെ കാണിക്കാൻ വന്നതാ. കെട്ടിയവനുമുണ്ട് കൂടെ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, വക്കീല. വാ, വന്ന് പരിചയപ്പെട്ടോ. പരിഹാസക്കിണുക്കം മാറ്റൊലി പോലെ തുടർന്നു. എനിക്ക് കാണണ്ട, ഞാനിവിടെയുണ്ടെന്ന് പറയണ്ട. ജനാല വലിച്ചടച്ച് ഞാൻ കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. അവളെ കാണാനും മിണ്ടാനും എന്തു വഴിയെന്നാലോചിച്ച് പണ്ട് ഇതേ കിടക്കയിൽ ഉറക്കം കളഞ്ഞ കാലം എന്നെ നോക്കി പല്ലിളിച്ചു. നിന്നെ ആരാണ്ട് തല്ലിയെന്നോ വെടിവെച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. വക്കീലിനെ പരിചയപ്പെടുത്തുന്നത് നല്ലതാ. കേസ് നടത്താൻ ആളായല്ലോ. ഒന്നും ആരും അറിഞ്ഞില്ലെന്ന വിചാരം. കാത്ത ജനാലക്കരികിൽ വന്ന് പറഞ്ഞു. അവരുടെ സ്വരം ചുമരിൽ തലയടിച്ച് ചിരിച്ചു. ഞാൻ കാതുപൊത്തി. മികവുറ്റ ഒരു പ്രദർശനശാലയിലേതുപോലെ ചിട്ടപ്പെടുത്തിയതായിരുന്നു ലോഡ്ജിലെ ആതിഥേയ മുറി. എല്ലാം അതാതിൻ്റെ അടുത്ത് കൃത്യമായി. ആർഭാടവും ആഭിജാത്യവും നിറഞ്ഞ അന്തരീക്ഷം. ആകാശച്ചെരുവിൽ ചെന്നുമുട്ടുന്ന കടൽപ്പാലത്തിൻ്റെ ചിത്രമായിരുന്നു ചുമരിൽ. കടും ചായ കലർത്തിയ കടലും ആവശ്യത്തിലധികം കടൽ പക്ഷികളും ചേർന്ന് സ്വാഭാവികത നശിപ്പിച്ച ചിത്രം. ഇളം നീല പൂക്കൾക്ക് നടുവിൽ ഹോട്ടലിൻ്റെ പേര് വലുതായി തുന്നിച്ചേർത്ത യൂണിഫോം ധരിച്ച കൗണ്ടറിലെ മാനേജർ ആദരവോടെ എന്നെ വരവേറ്റു. നിരത്തെറ്റിയ കുറ്റിത്താടിയും ചീകിയൊതുക്കാത്ത മുടിയുമായി മുൻപിൽ നിന്ന് എന്നെ അയാൾ ചുഴിഞ്ഞു നോക്കി. റൂമിനാണോ സാർ? മാനേജർ തടിച്ച ബുക്ക് തുറന്നു. കസ്റ്റമേഴ്സിനോട് സന്തോഷത്തോടെ പെരുമാറണമെന്ന് മുതലാളി അയാളെ നിരന്തരം ഓർമ്മിപ്പിക്കാറുണ്ടെന്ന് തോന്നി. റൂം നമ്പർ 103 കിട്ടുമോ? ഞാൻ ചോദിച്ചു. നോക്കട്ടെ. അയാൾ തിടുക്കത്തിൽ ബുക്കിൻ്റെ താളുകൾ മറിച്ചു. ഉവ്, അത് വേക്കൻ്റാണ്. ഒരിക്കൽ വന്നവർ പിന്നെയും അതേ മുറി ചോദിച്ചു വരുന്നത് പതിവാണ്. അതാണ് ഞങ്ങളുടെ സർവീസ്. അലക്കിത്തേച്ച യൂണിഫോം ധരിച്ച ചെറുപ്പക്കാരൻ ഓടിയെത്തി. വണ്ടിയുടെ കീ തന്നാൽ ലഗേജ് എടുക്കാം. ഇതേയുള്ളൂ. ചെറിയ ബാഗ് ചൂണ്ടിക്കാട്ടിയത് അയാൾക്ക് വിശ്വാസമായില്ല. ഒന്നോർത്താൽ യാത്ര ചെയ്യുമ്പോൾ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുന്നത് നല്ലത്. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് റെയിൽവേ പറയുന്നത് കേട്ടിട്ടില്ലേ? മാനേജർ പിന്തുണച്ചു. മുറി എത്ര ദിവസത്തേക്കാണ് സാർ? ഒരാഴ്ചയിൽ കൂടുതലുണ്ടെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരാം.
ബുക്കിൽ ഒപ്പുവെച്ചു തലയുയർത്തു മുൻപ് ചെറുപ്പക്കാരൻ താക്കോൽ വാങ്ങി ബാഗുമെടുത്ത് നടന്നു കഴിഞ്ഞു. നീലച്ചായം പൂശിയ മുറി തുറന്നപ്പോൾ പുത്തൻ പെയിന്റിന്റെ മണം. വിളക്കു തെളിച്ച് തിരശ്ശീലകൾ വിരിച്ച ജനാലകൾ തുറന്നിട്ട് ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. പുറം കാഴ്ച കിട്ടുന്ന ഏറ്റവും നല്ല മുറിയാണിത്. ജനാല തുറന്നിട്ടാൽ ലൈറ്റ് വേണ്ട. സാർ ഇവിടെ നിന്നൊരു നോക്കിയാൽ സിറ്റി മുഴുവൻ കാണാം. ദൂരെ ഒരു ഇരമ്പം കേൾക്കുന്നില്ലേ? അത് കടലിൻ്റെയാണ്. സാറ് എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. മുറിയടച്ചിരുന്ന് എഴുതാനുള്ള വരവാണല്ലേ? എനിക്ക് ആദ്യമേ തോന്നി. ഞാൻ ചിരിച്ചു. ജനാല തുറന്നിട്ടു. താഴെ നഗരം വൈകുന്നേര വെയിൽ കായുന്നു. നിരത്തിൽ നല്ല തിരക്ക്. ജനാലയ്ക്ക് അരികിലിരുന്ന് സ്മോൾ അടിക്കാൻ രസമായിരിക്കും. സ്നാക്സ് വല്ലതും വേണേൽ നേരത്തെ പറയണേ സാറേ. എങ്ങനെ മനസ്സിലായി ഞാൻ മദ്യപിക്കുമെന്ന്? അതൊക്കെ എനിക്കറിയാം സാറേ. ഈ പണി തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? സാറിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ കഥ എഴുതാൻ സൗകര്യം നോക്കി വന്നതാണ്. ഇതും അതുപോലെയാ. എന്നാൽ കേട്ടോ, ഞാൻ എഴുത്തുകാരനല്ല, കഥ എഴുതാൻ സൗകര്യം നോക്കി വന്നതുമല്ല. പിന്നെ ചാവാൻ. പോ സാറേ, തമാശ പറയാതെ. അതേടോ, ചാവാൻ പോകുന്നവരാരും അത് മുൻകൂട്ടി പറയില്ല സാറേ. ഞാൻ പറയും. ചുമ്മാ പേടിപ്പിക്കാതെ സാറേ. ചിരിച്ച് തലക്കുടഞ്ഞ് അയാൾ പോയപ്പോൾ ഞാൻ ബാഗ് തുറന്ന് മദ്യക്കുപ്പി പുറത്തെടുത്തു. ഗ്ലാസ്സിൽ മദ്യം നിറച്ച് അതിലേക്ക് വിഷം പകർന്നപ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടും കൈവിറച്ചു. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ഈ ലോകത്തിൽ ഞാൻ ജീവിതം ചേർത്ത് പിടിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലായിരിക്കും. പക്ഷേ തലപ്പൊക്കി നടക്കാനാവാത്ത സ്ഥിതിയിൽ ഇതല്ലാതെ പോംവഴിയില്ല. അവസാന ശ്വാസത്തിന് മുമ്പ് കൈവിശി ലോകത്തിനൊരു സലാം കൊടുക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ സിത്താരയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ വിധിയാണ് എൻ്റെ ജീവിതം അട്ടിമറിച്ചത്. അവൾ പോയതോടെ ചോർന്നു പോയത് സന്തോഷവും പ്രതീക്ഷയും വിശ്വാസവും എല്ലാമായിരുന്നു. പുക പോലെ മദ്യത്തിൽ വിഷം പടർന്നലിയുന്നത് കൗതുകത്തോടെ നോക്കി. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഗ്ലാസ് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ വാതിൽക്കൽ ആരോ തട്ടി. ഒന്നല്ല, 2 വട്ടം. മരണത്തിൽ നിന്ന് പിൻവലി വിളിക്കുന്നതാര്? ഗ്ലാസ് താഴെ വെച്ച് വാതിൽ തുറന്നപ്പോൾ ഒരു വെള്ളമുയൽ ഇടനാഴിയിലൂടെ ചാടിയോടി. പൊടുന്നനെ ഉള്ളിലൊരു വെള്ളിടി മിന്നി. പിന്നിൽ ഹൃദ്യമായൊരു സംഗീതത്തിൻ്റെ ഇണം. ഞെട്ടിത്തിരിയുമ്പോൾ കിടക്കയിൽ പുറംതിരിഞ്ഞിരുന്ന് ഹാർമോണിയം വായിക്കുന്ന വിശ്വപ്രകാശ്. നീളൻ ജുബയും വെളുത്ത മുണ്ടും. സൂഫി വര്യന്മാരെ പോലെ തലയിൽ ഒട്ടിച്ചേർന്നൊരു വെള്ളത്തുപ്പി. ഇനിയും തിരിച്ചെത്തിയില്ലേ വർത്തമാനകാലത്തേക്ക്? അയാൾ ഹാർമോണിയം നീക്കിവെച്ച് തൂവാല വായുവിൽ കുടഞ്ഞ് എൻ്റെ കണ്ണുകളെ തൊട്ടൊഴിഞ്ഞു. അതോടെ മായാജാലത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞാൻ മുക്തനായി. കന്യാകുബ്ജത്തിലെ പുഴയിൽ മായാലീലയ്ക്ക് മുന്നിൽ പകച്ചുനിന്ന നാരദ മഹർഷിയെയും കോസല രാജ്യത്തെ രാമച്ച മണക്കുന്ന പുഴയിൽ കുളിക്കാനിറങ്ങുന്ന ഗാദിയെയും ഞാൻ ഓർത്തു. ഇതാണ് മായ. വിശ്വപ്രകാശ് കുടുകുടെ ചിരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനും നേരിട്ട് കണ്ടിട്ടില്ലാത്ത എൻ്റെ ഗുരുനാഥൻ മായാജാലക്കാരൻ പീർ മുഹമ്മദുമൊക്കെ കാട്ടിയ അതേ മായ. ജീവിതവും മായാജാലവും ഒരേപോലെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കൽ. തോന്നിച്ചില്ലേ? ശരിക്കും. ഞാൻ തല കുടഞ്ഞു. ചിലത് കിട്ടാത്തതുകൊണ്ടാണ് ജീവിതം കെട്ടുപോയതെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലായോ? ഉള്ളതിനെ ചൊല്ലി സന്തോഷിക്കുന്നതിനേക്കാൾ ഇല്ലാത്തതിനെ ചൊല്ലി സങ്കടപ്പെടാനാണ് മനുഷ്യർക്കിഷ്ടം. ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ? പറയൂ. പെണ്ണല്ല, നിയന്ത്രിക്കാനാവാത്ത വികാരങ്ങളാണ് നിങ്ങളുടെ ജീവിതം തകർത്തതെന്ന് ഞാൻ പറയും. ചെറിയമ്മയെന്നോ അന്യൻ്റെ ഭാര്യയെന്നോ വൃദ്ധയെന്നോ ഉള്ള വേർതിരിവ് തനിക്കില്ലാതെ പോയി. ഒരാളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അതേ അളവിൽ അവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. പൊതുവെ എല്ലാ സ്നേഹങ്ങളിലും ഒരാളുടെ സ്നേഹം ഒരു പടി കൂടുതലായിരിക്കും. സ്നേഹമാണോ സ്നേഹിക്കുന്ന മനുഷ്യനാണോ പ്രധാനമെന്ന പ്രശ്നമുണ്ട്. സ്നേഹമാണ് പ്രധാനമെങ്കിൽ ആരുടെ സ്നേഹത്തിലും തൃപ്തിപ്പെടും. അവിടെ പകരക്കാരൻ്റെ വേഷമേ ആണിനും പെണ്ണിനുമുള്ളൂ. അതേസമയം നിങ്ങളെയാണ് ഒരുവൾ സ്നേഹിക്കുന്നതെങ്കിൽ ഒന്നുകൊണ്ടും അത് പകരം വയ്ക്കാനാവില്ല. നാവ് നിശബ്ദനായ കാഴ്ചക്കാരനായി. ഘടികാരത്തിനുള്ളിൽ വട്ടം തിരിയുന്ന സൂചി പോലെ വികാരങ്ങൾ എന്നെയും കൊണ്ട് ഉള്ളിൽ നിശബ്ദം തിരിഞ്ഞു കളിച്ചു. ഇനി എന്താ പരിപാടി? ആത്മഹത്യയിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും? ഇല്ല. നല്ലത്. അപ്പോൾ ഞാൻ ഈ വിഷക്കുപ്പി എടുക്കുന്നു. അയാൾ മേശയുടെ കീഴിൽ നിന്ന് കുപ്പിയെടുത്തു. ജീവിതം തീർന്നെന്ന് വിചാരിക്കേണ്ട. ജീവിതത്തെ നിർണ്ണയിക്കുന്നത് മനസ്സാണ്. തീരുമാനങ്ങളുടെ നൈർമല്യമാണ്. മനസ്സിലായോ? വാതിലിൽ മുട്ടിയത് കേട്ടപ്പോൾ വിശ്വപ്രകാശ് എഴുന്നേറ്റു. പാതി തുറന്ന വാതിലൂടെ മുയൽ പിന്നെയും തലനീട്ടി. വാടാ മോനെ. അയാൾ നീട്ടിയ കൈകളിലേക്ക് മുയൽ ചാടിക്കയറി. ഇവന് വിശക്കുന്നുണ്ടാകും, വല്ലതും കൊടുക്കട്ടെ. ചുമരിൽ ഹാർമോണിയം തൂക്കി മറുകൈയിൽ മുയലുമായി ഒരിക്കൽ കൂടി ഹൃദ്യമായി ചിരിച്ചിരിച്ച് വിശ്വപ്രകാശ് ഓന്തി പുറത്തേക്കിറങ്ങി. വാതിലടച്ചു കൊളുത്തിട്ട് ഞാൻ കിടക്കയിൽ വീണു. വിദ്യയും തദ്യയും വേർതിരിച്ചറിയാനാവാതെ എൻ്റെ തല പെരുത്തു. വെയിലിൻ്റെ മായാവടി വീശി പകൽ തിളങ്ങി. ഞാൻ ജനാലക്കരികിലേക്ക് നടന്നു. ചില്ലിൻ്റെ ഇളം തണുപ്പിലൂടെ ഒരു കൂട്ടം വലിയ ഉറുമ്പുകൾ നിരയിട്ടു നീങ്ങുന്നു. കണ്ണാടി ചില്ലിനപ്പുറം കടുനീല ചിറകുകളുള്ള വണ്ട് ചെറുക്കൊമ്പുകൾ കൂട്ടി ഉരസുന്നു. ജനാലയ്ക്ക് താഴത്തെ മൂലയിൽ ഒരു പല്ലി അതിനെ നിരീക്ഷിച്ച് നിശബ്ദമിരിക്കുന്നു. തിരശ്ശീലയ്ക്കും ജനാലയ്ക്കും ഇടയിലുള്ള ഇത്തിരി ഇടത്ത് ഒരു ചിലന്തി വല നെയ്യുന്നു. ദൈവമേ, ചില്ലുഭരണിയിലെ മിഠായികൾ പോലെ ജീവിതത്തിൻ്റെ മായ എന്തെല്ലാം അത്ഭുതങ്ങൾ കാത്തുവച്ചിരിക്കുന്നു. ഇത്തിരി പോന്ന ഈ ജീവികൾക്ക് ജീവിതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കാം? ഇവർക്കുമുണ്ടാകുമോ അഹന്തയും നിരാശയും കോപവും താപവും? ഇവരുടെ ജീവിതത്തിലും ഉണ്ടാകുമോ പ്രണയനൈരാശ്യവും വഞ്ചനയും? ആയത്തിലൊരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ
ചൂലിൻ്റെ തുമ്പൊന്ന് കൊണ്ടാൽ പൊട്ടിത്തകരുന്ന വല കൊണ്ട് എന്ത് ജീവിതമാകാം ചിലന്തി സ്വപ്നം കാണുന്നത്. കൈകൾ കൂട്ടിത്തിരുമുന്ന ഈ വണ്ട് എന്ത് വികാരമാകും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എരിയുന്ന വിശപ്പടക്കിയ ആയിരിക്കില്ലേ പല്ലി പ്രാണിക്കായി ഊഴം കാത്തിരിക്കുന്നത്. നിര തെറ്റാതെ സഞ്ചരിക്കുന്ന ഉറുമ്പുകൾ ജീവിതത്തെ ഏതു വിധത്തിൽ ക്രമപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. സത്യത്തിൽ എന്താണ് ജീവിതം? സമയത്തിൻ്റെ ഒരു തുണ്ട്. അതിൽ സംഭവ പരമ്പരകൾ കൊണ്ട് മനുഷ്യൻ ഒട്ടിച്ചെടുക്കുന്ന ചിത്രം. തിരഞ്ഞെടുപ്പ് അവൻ്റേതാണ്. ഫലവും അവൻ തന്നെ അനുഭവിക്കണം. ചില്ലുപാളിക്കപ്പുറം പുറത്ത് സ്വന്തം ജീവിതത്തെ ചേർത്ത് പിടിച്ച് ഉറുമ്പുകളെപ്പോലെ അസംഖ്യം മനുഷ്യർ തെരുവിലൂടെ തിരക്കിട്ട് സഞ്ചരിക്കുന്നു. അന്നത്തിന് വക തേടുന്നവർ, പണം ഇരട്ടിപ്പിക്കുന്നവർ, കൂട്ടിനു പെണ്ണിനെ തിരയുന്നവർ, കുഞ്ഞുണരും മുൻപേ വീടണയാൻ ഓടുന്നവർ, ഉറ്റവരുടെ രോഗവിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് പായുന്നവർ, ചൂട് ഇടറുന്നതറിഞ്ഞു കിതയ്ക്കുന്ന വൃദ്ധർ, ഓടിത്തീർക്കേണ്ട കാലത്തിനു മുന്നിൽ വിസ്മയക്കണ്ണു വിടർത്തുന്ന കുരുന്നുകൾ. ദൈവമേ, എല്ലാം ഒടുവിൽ കാലത്തിൻ്റെ കടലിൽ അലിഞ്ഞു ചേരുമല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ മറ്റു സാധ്യതകളെ കൂടി വിശ്വപ്രകാശിനോട് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. നിർണായകമായ വേറൊരു തിരിവിൽ നിന്ന് കൂടി ജീവിതത്തെ പുനരാവിഷ്കരിച്ച് നോക്കാമായിരുന്നു. അപ്പോഴും ഒടുവിൽ ഇതേ ഹോട്ടൽ മുറിയിലാണോ കാലം കൊണ്ടെത്തിക്കുന്നതെന്ന് പരിശോധിക്കാമായിരുന്നു. വിശ്വപ്രകാശിനെ കണ്ടേ മതിയാവൂ. ഞാൻ തിടുക്കത്തിൽ വാതിൽ ചാരി പുറത്തിറങ്ങി. തെളിയണോ എന്ന സംശയം തീരാതെ മിന്നുന്ന ബൾബ്, അധികാരത്തോടെ ചുറ്റിയടിച്ച് തളർന്ന് വഴി തെറ്റി അലയുന്ന ഉപ്പുകാറ്റ്, നിശബ്ദത പൊറ്റെ കെട്ടിയ ഇടനാഴി, ചുണ്ടു ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കുറ്റവാളികളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന 5 മുറികൾ. വിശ്വപ്രകാശിൻ്റെ മുറി അടച്ചിട്ടിരിക്കുന്നു. അയാൾ എവിടെ പോയി? എന്താ സാറേ? ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് മാർട്ടിൻ. ആഹാ, താൻ ഡ്യൂട്ടിക്ക് കയറിയോ? നന്നായി. എന്താ സാർ ആ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നത്? ഈ മുറിയിലെ താമസക്കാരൻ എവിടെ? ആര്? ആ മാജിക്കുകാരൻ. വിശ്വപ്രകാശ് സാറിൻ്റെ കാര്യമാണോ? മാർട്ടിൻ്റെ കണ്ണുകൾ വിടർന്നു. അതെ. സാറിനറിയാമോ അദ്ദേഹത്തെ? അറിയാമോന്നോ? ഇത്തിരി മുൻപ് വരെ എൻ്റെ മുറിയിൽ വന്നിരുന്നിട്ട് വർത്തമാനം പറഞ്ഞതല്ലേ. സാറിങ് വന്നേ. മാർട്ടിൻ എൻ്റെ കൈ വലിച്ച് താഴേക്കോടി. ദേ കേട്ടോ, സാറ് പറയുന്നത് കേട്ടോ? കൗണ്ടറിലെ മാനേജറെ നോക്കി മാർട്ടിൻ വിളിച്ചു പറഞ്ഞു. കഥകളിൽ നിന്ന് അപ്പോൾ ഇറങ്ങി വന്നതുപോലെ കണ്ണുകൾ തിരുമ്മി മാനേജർ തുറച്ചു നോക്കി. വിശ്വപ്രകാശ് സാർ ഈ സാറിൻ്റെ മുറിയിൽ ചെന്നിരുന്നുവെന്ന്, വർത്തമാനം പറഞ്ഞെന്ന്, കുറേ പാട്ടും പാടി, ഞാൻ കൂട്ടിച്ചേർത്തു. മാനേജറുടെ മുഖം മരിച്ചവരുടേതുപോലെ വിറങ്ങലിച്ചു. വിശ്വപ്രകാശ് സാറിനെ ഇടനാഴിയിൽ വെച്ച് കണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പോഴോ? മാർട്ടിൻ ഇടങ്കാൽ വലങ്കാലിൻ്റെ മുട്ടിന് ഊന്നി കൗണ്ടറിൽ ചാരി നിന്നു. മാനേജർ കണ്ണുകൾ ഒരിക്കൽ കൂടി തിരുമ്മി തുറന്ന് മേശയ്ക്കടിയിൽ നിന്നെടുത്ത ഒരു കടലാസുമായി കൗണ്ടറിൻ്റെ അരയൊപ്പമെത്തുന്ന വാതിലിനപ്പുറം വന്നു. കയ്യിലിരുന്ന കടലാസ് അയാൾ കൗണ്ടറിന് മുകളിൽ വെച്ചു. അതൊരു നോട്ടീസായിരുന്നു. സുപ്രസിദ്ധ മാന്ത്രിക വിശ്വപ്രകാശ് നടത്തുന്ന ഫയർ എസ്കേപ്പിൻ്റെ നോട്ടീസ്. അതിൽ തലയിൽ കെട്ടും മാന്ത്രിക അംഗവിക്ഷേപവുമായി വിശ്വപ്രകാശിൻ്റെ മുഴുനീള ചിത്രവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ തന്നെയാണോ സാർ കണ്ടത്? മാനേജർ ചൂണ്ടുവിരൽ കൊണ്ട് നോട്ടീസിലെ ചിത്രത്തിൽ തൊട്ടു. പിന്നല്ലാതെ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. നെറ്റിയിൽ പൊടിച്ചുയർന്ന വിയർപ്പ് തുറച്ച് അയാൾ കൗണ്ടറിലേക്ക് തലകുനിച്ചു നിന്നു. എൻ്റെ സാറേ, വിശ്വപ്രകാശ് ഈ പറയുന്ന ഫയർ എസ്കേപ്പിനിടെ പൊള്ളി മരിച്ചതാ. 2 വർഷമായി. മാർട്ടിൻ ശബ്ദമടക്കി എൻ്റെ കാതിൽ പിറുപിറുത്തു. ചുമ്മാ. ഞാൻ ചിരിച്ചു. അദ്ദേഹം മരിച്ചിട്ടില്ല. കാലിൽ പൊള്ളലുണ്ടെന്നത് ശരി തന്നെ. അതെന്നെ കാണിക്കുകയും ചെയ്തു. അങ്ങനെയല്ല സാറേ. മാർട്ടിൻ്റെ ശബ്ദം ദയനീയമായി. അയാൾ മരിച്ചെങ്കിൽ ആ മുയലോ? ഫസ്റ്റ് ഫ്ലോറിലെ ഫ്ലാറ്റിൽ കഴിയുന്ന മുയലിന് ആര് തീറ്റ കൊടുക്കുന്നെന്നാ വിചാരം? എൻ്റെ ശബ്ദമുയർന്നു. ആളുകളെ വിഡ്ഢിയാക്കുന്ന കൂട്ടർ. മുയലോ? ഏത് മുയലിൻ്റെ കാര്യമാണ് സാറ് പറയുന്നത്? വിശ്വപ്രകാശ് വളർത്തുന്ന മുയൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലും പോയി. അതിൽ മുയൽ മാത്രമല്ല, പ്രാവും മാജിക്കിനുള്ള സാധനങ്ങളും ഒക്കെയുണ്ട്. പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ സാറ് പോയെന്നോ? മാർട്ടിൻ തലയിൽ കൈവച്ചു. സാറേ, അത് തുറന്നിട്ട് മാസങ്ങളായി. പണ്ട് വിശ്വപ്രകാശ് സാറ് സ്ഥിരമായി താമസിച്ചിരുന്ന മുറിയായിരുന്നു എന്നുള്ളത് സത്യമാണ്. അന്നതിൽ മുയലും പ്രാവുമൊക്കെ ഉണ്ടായിരുന്നു എന്നതും നേര്. പക്ഷേ ഇപ്പോൾ... മാർട്ടിൻ്റെ വാക്കുകൾ എൻ്റെ കോപം ഇരട്ടിപ്പിച്ചതേയുള്ളൂ. അപ്പോൾ ഞാൻ കള്ളം പറയുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നല്ല. മാനേജർ ഉമിനീരിറക്കി. സാറ് വന്നപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ മുറിയെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നോ? ഇത് തന്നെ കാരണം. ആ ഫ്ലോറിൽ താമസിച്ച 1-2 പേര് മുൻപ് ഓരോന്ന് കണ്ട് പേടിച്ചിട്ടുണ്ട്. ഈ ഹോട്ടൽ ഈ പരുവത്തിലായത് കോവിഡ് കൊണ്ട് മാത്രമല്ല, ഈ മാജിക്കുകാരൻ്റെ മരണം കൊണ്ട് കൂടിയാണ്. ഹോട്ടലിൻ്റെ പിന്നിലെ മൈതാനത്ത് വെച്ചായിരുന്നു ഫയർ എസ്കേപ്പ്. രാത്രിയിലെ ഈ റോഡിൽ കൂടെ ഇപ്പോൾ മനുഷ്യർക്ക് പോകാൻ പോലും പേടിയാ. ചിലപ്പോൾ ഇവിടെ ഇരുന്നാലും മാംസം കരിഞ്ഞ നാറ്റം വരും. ഞാൻ കൈത്തണ്ടയിൽ നുള്ളി നോക്കി. ജീവനോടെ തന്നെയുണ്ട്. വാച്ചിൽ സൂചി ചലിക്കുന്നുണ്ട്. വെയിൽ ചിരിക്കുന്നുണ്ട്. കടലിരിപ്പം കേൾക്കുന്നുണ്ട്. പൊടുന്നനെ എവിടെയോ ഹാർമോണിയത്തിൽ മധുരമായൊരു ഈണം മുഴങ്ങിയതുപോലെ. കേട്ടോ? ഞാൻ ശബ്ദം കേട്ട ദിശയിലേക്ക് വിരൽ ചൂണ്ടി കാതു കൂർപ്പിച്ചു. എന്ത്? മാർട്ടിനും മാനേജറും നെറ്റി ചൊളിച്ചു. ഒന്നുമില്ല. തല കുനിച്ച് ഞാൻ നടന്നു. കാലത്തിൻ്റെ മറ്റൊരു മായാജാലം കൂടിയെന്ന് കാര്യസ്ഥനെ പോലെ ചുറ്റിയടിക്കുന്ന കടൽക്കാറ്റ് കാതിൽ പറഞ്ഞു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.